السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وصحبه أجمعين أما بعد. ഹജ്ജുമായി ബന്ധപ്പെട്ട് ഇവിടെ അതിൻ്റെ പ്രാധാന്യം, അതിൻ്റെ നിർബന്ധ വിഷയങ്ങൾ, ആ വിഷയങ്ങളെ സംബന്ധിച്ചൊക്കെ കുറേ വിശദീകരിക്കപ്പെട്ട് കഴിഞ്ഞതാണ്. അതിൻ്റെ ശ്രേഷ്ഠതയും പ്രതിഫലവും എല്ലാം നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളതാണ്. ഹജ്ജിൻ്റെ രൂപത്തെ സംബന്ധിച്ച് വിശദമായ ഒരു വിശദീകരണം ഹുസാനി ഉസ്താദ് തന്നെ തന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനി എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വീണ്ടും ഇൻഷാ അല്ലാഹ് അത് നൽകുന്നതുമാണ്. ഒരു ഷോർട്ടായ രൂപത്തിൽ അഅ്മാലുൽ ഹജ്ജ്, ഹജ്ജിൻ്റെ പ്രവർത്തനങ്ങൾ എന്താണ് എന്നുള്ളത് പറയുകയാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്ത് സംശയങ്ങളുണ്ടെങ്കിലും ചോദിക്കാം. ക്ലാസ്സിനിടയിൽ ചോദിക്കുകയാണെങ്കിൽ അങ്ങനെ ആവാം, അതല്ല കഴിഞ്ഞതിന് ശേഷം സൗകര്യം പോലെ സംശയ നിവാരണം നടത്തുകയാണെങ്കിൽ അതുമാവാം. അറിയുന്ന കാര്യങ്ങൾ പറഞ്ഞു തരും, അറിയാത്തതാണെങ്കിൽ നോക്കിയിട്ട് പറഞ്ഞു തരും. ഇൻഷാ അല്ലാഹ് നമ്മളെല്ലാവരും വിദ്യാർത്ഥികൾ തന്നെയാണ്, എല്ലാം കഴിഞ്ഞവരാരും പൂർത്തിയായവരാരും ഇല്ല എന്നുള്ളതും സ്മരിക്കുകയാണ്. നേരത്തെ ഇവിടെ ഹജ്ജിൻ്റെ തുടക്കം മീഖാത്തിൽ വെച്ച് ഇഹ്റാം ചെയ്യുകയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞു. നമുക്കറിയാം, മീഖാത്തിൽ വെച്ച് ഇഹ്റാം ചെയ്യുമ്പോൾ ഏത് രൂപത്തിലുള്ള ഹജ്ജിനാണോ നമ്മൾ ഒരുങ്ങിയിട്ടുള്ളത് അതിൻ്റെ പേരിലാണ് ഇഹ്റാം ചെയ്യുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ സൂചിപ്പിക്കാനുള്ളത് ഹജ്ജിന് 3 രൂപങ്ങളുണ്ട്. ഒന്ന്, ഉംറയില്ലാതെ ഹജ്ജ് മാത്രം ചെയ്യൽ. 2, ഉംറയും ഹജ്ജും ഒരേ ഇഹ്റാമിൽ ചെയ്യൽ. 3, ഉംറ നിർവഹിക്കുകയും ഉംറയിൽ നിന്ന് ഒഴിവായതിനു ശേഷം പിന്നെ ഹജ്ജിൻ്റെ സമയമാകുമ്പോൾ വീണ്ടും ഹജ്ജിന് രണ്ടാമതൊരു ഇഹ്റാം ചെയ്യുകയും ചെയ്യൽ. ഇങ്ങനെ 3 രൂപങ്ങളാണുള്ളത്. ഹജ്ജ് മാത്രം ചെയ്യുന്നതിന് ഇഫ്രാദ് എന്ന് പറയും. ഫർദ് എന്നാൽ ഒരു വ്യക്തിക്ക് ഒറ്റയ്ക്കൊക്കെയാണ് പറയാറുള്ളത്. അപ്പോൾ ഹജ്ജ് മാത്രം എന്നുള്ളതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. പിന്നെ ഉംറയും ഹജ്ജും ഒരേ ഇഹ്റാമിൽ ചെയ്യുന്നതിന് ഖിറാന് എന്ന് പറയും. ഖാറന യുഖാരിനു എന്ന് പറഞ്ഞാൽ ഒത്തുവരിക, യോജിക്കുക എന്നൊക്കെയാണ്. അപ്പോൾ ഉംറയും ഹജ്ജും കൂടെ ഒരേ ഇഹ്റാമിൽ യോജിക്കുന്നത് കൊണ്ട് അതിന് ഖിറാൻ എന്ന് പേര് പറയും. പിന്നെ തമത്തുഅ് എന്നുള്ളതാണ് 3ാമത്തെ ഹജ്ജിന്റെ രൂപം. തമത്തുഅ് എന്ന് പറഞ്ഞാൽ സുഖമനുഭവിക്കുക അല്ലെങ്കിൽ ആസ്വദിക്കുക എന്നൊക്കെയാണ് ആ വാക്കിന്റെ അർത്ഥം. നമുക്കറിയാലോ, വിവാഹമോചിതയായ പെണ്ണിന് മത്താഴ് കൊടുക്കാറുണ്ട്. ഓൾക്കൊരു ഇടങ്ങേറുണ്ടായപ്പോൾ അവളുടെ മനസ്സിന് ഒരു കുളിർമ നൽകാൻ വേണ്ടി ഒരു സമ്മാനം കൊടുക്കുക എന്നുള്ളതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. മനസ്സ് സുഖിപ്പിക്കുക, അതാണ് മത്താഴ്. തമത്തുഅ് എന്നുള്ള പദം അതിൽ നിന്നുണ്ടായതാണ്. അപ്പോൾ അവിടെ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഉംറ നിർവഹിച്ച് കഴിഞ്ഞ് മുടിയെടുത്ത് കഴിഞ്ഞ് അതിൽ നിന്ന് പൂർണ്ണമായി തഹല്ലുലായി കഴിഞ്ഞാൽ, എന്ന് വെച്ചാൽ മോചിതമായി കഴിഞ്ഞാൽ, പിന്നെ ഹജ്ജ് തുടങ്ങുന്നത് ദുൽഹജ്ജ് 8-നാണ്. അതുവരെയുള്ള സമയം നമുക്ക് ഫ്രീ ഉണ്ട്. അപ്പോൾ നമ്മളിവിടുന്ന് 5-നോ 4-നൊക്കെ പോയാൽ അവിടെ 5-ന് അവിടെ എത്തിക്കഴിഞ്ഞാൽ അന്ന് നമ്മൾ ഉംറ നിർവഹിച്ച് കഴിയും. ഉംറ നിർവഹിച്ച് കഴിഞ്ഞാൽ പിന്നെ 6, 7, 8 വരെ നമുക്ക് സമയമുണ്ട്. ഈ ദിവസങ്ങളിൽ നമ്മൾ ഉംറയിൽ നിന്ന് തഹല്ലുലായി മോചിതമായി മുടി മുറിച്ച് ഉംറയുടെ ഡ്രസ്സെല്ലാം മാറ്റി കഴിഞ്ഞതിൻ്റെ ശേഷം പിന്നീടുള്ള ദിവസങ്ങൾ നമ്മൾ ഫ്രീ ആണ്. എന്ന് വെച്ചാൽ അവിടെ നമുക്ക് തടസ്സങ്ങളില്ല. അപ്പോൾ ഭാര്യമാർ കൂടെയുള്ളവർക്ക് അവരുമായി ബന്ധപ്പെടലടക്കമുള്ള സുഖമനുഭവിക്കൽ അനുവദനീയമാണ്. പിന്നെ സുഗന്ധം പൂശുക, അതുപോലെ തന്നെ തുന്നിക്കൂട്ടിയ വസ്ത്രം ധരിക്കുക പോലെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് തടസ്സമായിരുന്നു. ആ സമയത്ത് നമുക്ക് അത് അനുവദിക്കാം. അതാണ് തമത്തുഅ് എന്ന് പറയാൻ കാരണം. സുഖം അനുഭവിക്കൽ എന്ന് വരുന്നത് അവിടെയാണ്. അങ്ങനെ ഉംറ കഴിഞ്ഞ് പിന്നീട് ദുൽഹജ്ജ് 8-ന് രാവിലെ നമ്മൾ വീണ്ടും ഇഹ്റാമിൽ പ്രവേശിക്കുന്നു. ഹജ്ജിന് വീണ്ടും സെപ്പറേറ്റ് ഇഹ്റാം ചെയ്യുന്നു. അപ്പോൾ ഉംറയും ഹജ്ജും രണ്ടും 2 ഇഹ്റാമിലൂടെ നിർവഹിക്കുന്ന രൂപത്തിനാണ് തമത്തുഅ് ആയ രൂപം എന്ന് പറയുന്നത്. ഹജ്ജു തമത്തുഅ് എന്ന് പറയുന്നത്. ഓക്കെ, ഇങ്ങനെ 3 രൂപങ്ങളിൽ നമുക്ക് ഇഹ്റാമിൽ പ്രവേശിക്കാം. ഏത് രൂപത്തിലാണോ ഇഹ്റാമിൽ പ്രവേശിക്കാൻ ഉദ്ദേശിക്കുന്നത് ആ പേര് പറഞ്ഞുകൊണ്ട് അല്ലാഹുമ്മ ലബ്ബൈക ഹജ്ജൻ
മുഫ്രിദൻ. ഇഫ്രാദാണെങ്കിൽ അങ്ങനെ പറയാം. അല്ലാഹുമ്മ ലബ്ബൈക ഹജ്ജൻ ഖാരിനൻ, ഖിറാനായിക്കൊണ്ടാണ് ഹജ്ജ് ചെയ്യുന്നതെങ്കിൽ അങ്ങനെയാണ് പറയേണ്ടത്. അല്ലാഹുമ്മ ലബ്ബൈക ഉംറതൻ മുതമത്തിഅൻ ബിഹാ ഇലൽ ഹജ്ജ് എന്നാണ് തമത്തു ആയിക്കൊണ്ട് അല്ലാഹുമ്മ ലബ്ബൈക ഉംറതൻ മുതമത്തിഅൻ ബിഹാ ഇലൽ ഹജ്ജ് എന്നാണ് തമത്തു ആയിക്കൊണ്ട് ഹജ്ജ് നിർവഹിക്കുന്ന ആള് പറയേണ്ടത്. നമ്മളൊക്കെ ഇവിടുന്ന് പോകുന്ന ആളുകളൊക്കെ തമത്തു ആയിട്ടാണ് ഹജ്ജ് നിർവഹിക്കുന്നത്. അപ്പൊ അങ്ങനെയാണ് അതിന് തൽബിയത്ത് ചൊല്ലേണ്ടത്. അപ്പോ പറഞ്ഞു വന്നത് മീഖാത്തിൽ വെച്ച് ഇഹ്റാം ചെയ്യുന്നു. ഇഹ്റാം ചെയ്തു കഴിഞ്ഞാൽ അതിന്റെ വിശദമായ രൂപത്തിലേക്ക് ഞാൻ പ്രവേശിക്കുന്നില്ല, ഒരു ഷോർട്ടായ രൂപത്തിൽ പോവാം. ഇഹ്റാം ചെയ്തു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ തൽബിയത്ത് ചൊല്ലിക്കൊണ്ട് നമ്മൾ പുറപ്പെടുന്നു, മക്കയിലേക്ക് പോകുന്നു. മക്കയിൽ എത്തിക്കഴിഞ്ഞാൽ തവാഫ് ചെയ്യുന്നു. ഈ തവാഫിന് തവാഫുൽ ഖുദൂം എന്നാണ് പേര്. എന്ന് വെച്ചാൽ മക്കയിൽ എത്തിക്കഴിഞ്ഞാൽ അവിടെ മുന്നോട്ട് ചെന്ന് കഴിഞ്ഞ ശേഷം ആദ്യത്തെ തവാഫ്. തവാഫുൽ ഖുദൂം കഴിഞ്ഞാൽ പിന്നെ നമ്മൾ സഈ ചെയ്യുന്നു, സഫാ മർവക്കിടയിൽ സഈ ചെയ്യുന്നു. അതിൻ്റെ ഇടയിൽ ചില്ലറ സുന്നത്തുകൾ മറ്റുള്ളതൊക്കെ ഉണ്ട്. വിശദമായ ഓക്കെ, എന്നാ ഞാൻ ഒന്നുകൂടെ ആവർത്തിക്കാം. അപ്പം ഇഹ്റാം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടുന്ന ചില കാര്യങ്ങൾ സൂചിപ്പിക്കാം. പിന്നെ നമ്മൾ ഇഹ്റാം ചെയ്യാന്ന് പറഞ്ഞാൽ നേരത്തെ സൂചിപ്പിച്ച പറയണ്ടായി, മീഖാത്തിൽ വെച്ച് ഇഹ്റാം ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? ആ പ്രദേശത്ത് വെച്ച് ആ കർമ്മം നിർവഹിക്കുക എന്നുള്ളതാണ്. നേരത്തെ അവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ പള്ളിയുമായി അതിന് ബന്ധമൊന്നുമില്ല. അപ്പൊ നമ്മൾ മീഖാത്തിൽ ചെന്നാൽ അതൊരു ഒരു വലിയ ബൗണ്ടറിയാണ്, ഒരു വലിയ ഏരിയയാണ്. ആ ഏരിയക്കുള്ളിൽ വെച്ച് എവിടെ വെച്ചും ഇഹ്റാമിൽ പ്രവേശിക്കാം. ഇഹ്റാമിൽ പ്രവേശിക്കാൻ പ്രത്യേകമായി ഒതു എടുക്കുകയോ മറ്റോ ചെയ്യണം എന്ന ഒരു ചടങ്ങോ കർമ്മമോ ഇല്ല. പല ആളുകളും അങ്ങനെ ചെയ്യാറുണ്ട്. എന്നാൽ ഇഹ്റാമിന് വേണ്ടി പ്രത്യേകം കുളിക്കുന്നത് സുന്നത്താണ്. ഇഹ്റാമിന്റെ നിയ്യത്തോടു കൂടി കുളിക്കുന്നത് പ്രത്യേകം സുന്നത്താണ്. അത് അവിടെ വെച്ച് തന്നെ കുളിക്കണമെന്നില്ല, മീഖാത്തിൽ വെച്ച് തന്നെ കുളിക്കണമെന്നില്ല. ഇപ്പോൾ ഒരാൾ ഇവിടുന്ന് റിയാദിൽ നിന്ന് പുറപ്പെടുമ്പോൾ തന്നെ കുളിച്ച് ഇഹ്റാമിന്റെ നിയ്യത്തോടെ കുളിച്ചിട്ടാണ് പോണതെങ്കിൽ അയാൾക്ക് ആ കുളി മതി. കുളിക്കണ്ട എന്നല്ല, കുളി ഒന്നുകൂടെ അവിടുന്ന് കുളിച്ചോളിയാൽ നല്ലതാണ്, കുഴപ്പമൊന്നുമില്ല. പക്ഷെ അങ്ങനെ ചെയ്തെങ്കിലേ അത് ശരിയാവുള്ളൂ എന്ന ധാരണ വേണ്ടെന്ന് പറഞ്ഞത്. അപ്പൊ ഇഹ്റാമിന് വേണ്ടി പ്രത്യേകം കുളിക്കുന്നത് സുന്നത്താണ്, എന്നാൽ ഒതു എടുക്കുന്നത് സുന്നത്തല്ല. അങ്ങനെ ഒരു സുന്നത്ത് നബി പഠിപ്പിച്ചിട്ടില്ല എന്നർത്ഥം. അപ്പൊ നമ്മൾ മീഖാത്തിലെത്തി കഴിഞ്ഞാൽ അവിടെ വെച്ച് കുളിക്കുന്നു. കുളി കഴിഞ്ഞ് നമ്മൾ ഇഹ്റാം ചെയ്യുകയാണ് ചെയ്യുന്നത്. കുളി കഴിഞ്ഞാൽ നമ്മൾ ഡ്രസ്സ് ധരിക്കുന്നു. പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം ഒരു തുണി ഉടുക്കുകയും ഒരു മുണ്ട് നമ്മൾ പുതക്കുകയും ചെയ്യുന്നു. ആ സമയത്ത് അവിടെ മുണ്ട് പുതക്കുമ്പോൾ പ്രത്യേകിച്ച് തോള് പുറത്തേക്കാക്കിക്കൊണ്ട് വെക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അത് ഇഹ്റാമിന്റെ ഡ്രസ്സ് ധരിക്കുമ്പോൾ ചില ആളുകൾ അവിടെ വെച്ച് തന്നെ വലത്തെ തോൾഭാഗം പുറത്താക്കിക്കൊണ്ട് കക്ഷത്തിലൂടെ എടുക്കുന്ന രീതിയിൽ ഡ്രസ്സ് ധരിക്കാറുണ്ട്. അത് അവിടെ വെച്ച് ചെയ്യേണ്ട, അത് ഫസ്റ്റിൽ നമ്മൾ ചെന്ന് തവാഫ് ചെയ്യുമ്പോൾ മാത്രം ഉള്ള ഒരു കർമ്മമാണ്. ഇറുത്തിബാഴ് എന്ന് നേരത്തെ പറഞ്ഞു അദ്ദേഹം. ഇറുത്തിബാഴ് ചെയ്യൽ തവാഫിന്റെ വേളയിൽ, ആദ്യത്തെ തവാഫിന്റെ വേളയിൽ മാത്രമേ വേണ്ടതുള്ളൂ. അതിന് മുമ്പും ഇറുത്തിബാഴ് വേണ്ട. അതുപോലെ തന്നെ ആ 7 തവാഫ് കഴിഞ്ഞാൽ പിന്നെയും അതിന്റെ ആവശ്യമില്ല. പിന്നെ മുഴുവനായിക്കൊണ്ടാണ് നമ്മൾ 2 ചുമലും മറച്ചുകൊണ്ടാണ് മുണ്ട് പുതക്കേണ്ടത്. അപ്പൊ ഈ ഡ്രസ്സ് ധരിക്കുന്നു ഇഹ്റാമിന്റെ അവസരത്തിൽ. എന്നിട്ട് ഏറ്റവും നല്ലതും സുന്നത്തും നമ്മളതിന്റെ തൽബിയത്ത് ചൊല്ലുന്നത്, അഥവാ അതിന്റെ ഇഹ്റാമിന്റെ നിയ്യത്ത് ചൊല്ലുന്നത് നമ്മൾ വാഹനത്തിൽ കയറിയതിന് ശേഷമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ വാഹനപ്പുറത്ത് ഇരുന്നതിന് ശേഷമാണ് തൽബിയത്ത് ചൊല്ലിയത്. എന്ന് വെച്ചാൽ അല്ലാഹുമ്മ ലബ്ബൈക ഉംറതൻ മുതമത്തിഅൻ ബിഹാ ഇലൽ ഹജ്ജ് എന്ന് പറയേണ്ടത് വാഹനത്തിൽ കയറിയ ശേഷമാണ്, പള്ളിക്കകത്ത് കയറിയിട്ടല്ല, അതല്ലെങ്കിൽ അതിന് മുമ്പല്ല. ഏറ്റവും സുന്നത്ത് അതാണ്. എന്നാൽ എവിടെ വെച്ചും ആവാം, വിരോധമൊന്നും ഇല്ല. അങ്ങനെ നമ്മൾ തൽബിയത്ത് തുടങ്ങുന്നു, അഥവാ നമ്മളുടെ ഡ്രസ്സ് ധരിച്ച് പുറപ്പെടുമ്പോൾ തൽബിയത്ത് തുടങ്ങുന്നു. അങ്ങനെ മക്കയിലെത്തി കഅബയെ നേരിൽ കാണുന്നത് വരെ തൽബിയത്ത് തുടരുക എന്നുള്ളതാണ് സുന്നത്ത്. ഇവിടെ അതിന്റെ പ്രാധാന്യത്തെ സംബന്ധിച്ചൊക്കെ വിശദീകരിച്ചു. എന്നാൽ വായ മുറിയാതെ തൽബിയത്ത് ചൊല്ലണം എന്ന് നിർബന്ധമുണ്ട് എന്ന ധാരണയൊന്നും വേണ്ട. നമുക്ക് റെസ്റ്റ് എടുക്കാം, ഉറങ്ങാം, അതുപോലെ മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യാം. അതുപോലെ നമുക്ക് അത്യാവശ്യം സംസാരിക്കാം, മൊബൈലിൽ മെസ്സേജ് എടുക്കുകയോ ഇടുകയോ ഒക്കെ ചെയ്യാം. അത് വേണ്ട എന്നല്ല അദ്ദേഹം പറഞ്ഞത്. പക്ഷെ അതിമ സമയം ചെലവാക്കിക്കൊണ്ട് നമ്മുടെ പുണ്യപ്പെട്ട സമയവും ദിവസങ്ങളും അങ്ങനെ കളയരുത് എന്നുള്ളതാണ് ഒരു വാണിംഗാണ് തന്നത്. അത് ശ്രദ്ധിക്കാം. ഏതായാലും
അങ്ങനെ നമ്മൾ കഅബത്തിനടുക്കൽ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ തൽബിയത്ത് നിർത്തുന്നു. പിന്നെ നമ്മൾ തവാഫ് തുടങ്ങുകയാണ്. ഇഹ്റാമിൽ പുരുഷന്മാരുടെ ഡ്രസ്സിന്റെ കാര്യമുള്ളല്ലോ പറഞ്ഞത്. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സാധാരണ ഉടുക്കുന്ന ഡ്രസ്സ് തന്നെ മതി. പ്രത്യേകിച്ച് ഇഹ്റാമിനായിട്ട് സ്ത്രീകൾക്ക് യാതൊരു പ്രത്യേകമായ ഡ്രസ്സും നിശ്ചയിക്കപ്പെട്ടിട്ടില്ല. അവരേതാണോ സാധാരണ ഉടുക്കാറുള്ളത് ആ ഡ്രസ്സ് തന്നെ മതി. സ്ത്രീകൾ ഇഹ്റാമിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ പിന്നീട് മുഖം മറക്കുന്നത് സുന്നത്തിൽ പെട്ടതല്ല. അതിനു മുമ്പ് മുഖം മറക്കുന്നതിന് വിരോധമൊന്നുമില്ല. പക്ഷേ സ്ത്രീകൾ മുഖം മറക്കാതിരിക്കലാണ് ഏറ്റവും ഉത്തമം. എന്നാൽ മുഖം തുറന്നിടുന്നത് കൊണ്ട് അവർക്ക് എന്തെങ്കിലും പ്രയാസമുണ്ടാകും എന്ന് വരുന്ന ഒരു സാഹചര്യം, അങ്ങനത്തെ ഒരു ചുറ്റുപാടും സാഹചര്യവുമാണെങ്കിൽ അപ്പോൾ ആ ഒരു കാരണത്താൽ അവർക്ക് മുഖം മറക്കാവുന്നതാണ്. പണ്ഡിതന്മാർ അത് സംബന്ധമായിട്ട് വിശദീകരിച്ചിട്ടുള്ളത് അങ്ങനെയാണ്. നബിയുടെ കൂടെ ഹജ്ജ് ചെയ്യുന്ന അവസരത്തിൽ ആയിഷ റളിയല്ലാഹു അൻഹയും സഹാബി വനിതകളുമൊക്കെ അവര് മുഖം തുറന്നിടാറുണ്ടായിരുന്നു. പുരുഷന്മാർ വരുമ്പോൾ എന്ന് വെച്ചാൽ അവർക്ക് കാണാൻ പറ്റാത്ത പുരുഷന്മാർ വരുമ്പോൾ അവരുടെ ആ ഒരു രീതി അനുസരിച്ച് അവർ മുഖം മറക്കാറുണ്ടായിരുന്നു. അപ്പൊ അതുവരെ അവർ മുഖം തുറന്നിട്ടാണ് ചെയ്തിരുന്നത്. അപ്പൊ മുഖം തുറന്നിടലാണ് പെണ്ണുങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഉത്തമം, അതല്ലാതെ മുഖം മറക്കലല്ല എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കാം. പുരുഷന്മാര് തൊപ്പി ധരിക്കാൻ പാടില്ലാത്ത പോലെ തന്നെ, അഥവാ തല മറക്കാൻ പാടില്ലാത്തത് പോലെ തന്നെ സ്ത്രീകൾ മുഖം മറക്കാനും പാടില്ല എന്നുള്ളതാണ് പറയാനുള്ളത്. അപ്പോൾ ഞാൻ ഒന്ന് ഹജ്ജിന്റെ രൂപം നിങ്ങളോട് പറയാൻ ഉദ്ദേശിച്ചുകൊണ്ട് വന്ന വ്യക്തിയല്ല. അതുകൊണ്ട് വീഴ്ചകൾ ഉണ്ടാവും, ചോദിക്കാം, ഇടയിൽ ചോദിക്കാവുന്നതാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും അവ്യക്തത ഉണ്ടെങ്കിൽ സംശയം ചോദിക്കാവുന്നതാണ്. അങ്ങനെ നമ്മൾ എന്ത് ചെയ്തു? കഅബയുടെ അടുക്കലെത്തി തവാഫ് തുടങ്ങുകയാണ്. തവാഫ് എവിടെ വെച്ചാണ് തുടങ്ങുന്നത്? ഉംറ ധാരാളം ചെയ്ത ആളുകളാണ്. ഒരുപാട് ആ ഭാഗം വിശദീകരിക്കേണ്ടതില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മൾ തവാഫ് തുടങ്ങുന്നത് ഹജറുൽ അസ്വദിന്റെ ഭാഗം തൊട്ടാണ്. ഹജറുൽ അസ്വദിന്റെ ഭാഗം വെച്ച് തവാഫ് തുടങ്ങുമ്പോൾ സാധാരണ നമ്മൾ ചെയ്യുന്നത് പോലെ തന്നെ അവിടെ വെച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് അല്ലാഹുമ്മ ഈമാനം ബിക വതസ്ദീഖൻ ബികിതാബിക വവഫാഅൻ ലിഅഹദിക വത്തിബാഅൻ ലിസുന്നത്തി നബിയിന മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന പ്രാർത്ഥന ചൊല്ലിക്കൊണ്ട് തുടങ്ങുക. അതറിയാത്തവർ ചൊല്ലിയില്ല എന്ന് വെച്ചാൽ ഒരു വിരോധമില്ല, കുഴപ്പമൊന്നുമില്ല. അത് ചൊല്ലുക എന്നുള്ളത് കൂടുതൽ നല്ലതാണ്, സുന്നത്താണ്. എന്നാൽ അത് ചൊല്ലുക എന്നുള്ളത് ആ കർമ്മം പൂർത്തിയാവുന്നതിന്റെ ഭാഗമല്ല. അപ്പോൾ ഒരാൾക്കത് അറിയില്ല എന്നുണ്ടെങ്കിൽ ആ സമയത്ത് കൂടെയുള്ള ഗൈഡ് പറഞ്ഞു തരാൻ പറ്റുന്ന സാഹചര്യത്തിലും ചുറ്റുപാടിൽ നമ്മുടെ കൂടെ ഇല്ല എന്നുണ്ടെങ്കിൽ അത് പറഞ്ഞു തന്നില്ലെങ്കിലോ അല്ല അത് ചൊല്ലിയില്ലെങ്കിൽ അതുകൊണ്ട് ഒരു വിരോധവും ഇല്ല. ബിസ്മില്ല അല്ലാഹു അക്ബർ എന്ന് മാത്രം പറഞ്ഞാൽ മതി. മറ്റേ പ്രാർത്ഥന ചൊല്ലുന്നത് ഉത്തമമാണ്, പക്ഷെ അതിന് സാധിച്ചില്ലെങ്കിൽ വിരോധമൊന്നുമില്ല. പള്ളിയിലേക്ക് കയറുമ്പോൾ ചൊല്ലുന്ന പ്രാർത്ഥന, എല്ലാ പള്ളിയിലേക്ക് കയറുമ്പോൾ ചൊല്ലുന്ന പ്രാർത്ഥന തന്നെയാണ് മസ്ജിദുൽ ഹറാമിൽ കയറുമ്പോഴും ചൊല്ലേണ്ടത്. അതല്ലാതെ പ്രത്യേകം പ്രാർത്ഥനകളൊന്നും ഇല്ല. അപ്പൊ നമ്മൾ കയറി കഴിഞ്ഞതിന് ശേഷമാണല്ലോ നമ്മൾ തവാഫ് തുടങ്ങുന്നത്. അങ്ങനെ തവാഫ് തുടങ്ങുമ്പോൾ നമ്മൾ 7 തവാഫാണ് ചെയ്യാനുള്ളത്. ഇടത് ഭാഗത്തെ കഅബയുടെ ഭാഗം നമ്മുടെ ഇടത് ഭാഗത്താക്കിക്കൊണ്ട് നമ്മൾ 7 തവാഫ് ചെയ്യുന്നു. ഇവിടെ ഈ ഭാഗമാണ് ഹജറുൽ അസ്വദ് എങ്കിൽ ഇവിടെ നിന്ന് നമ്മൾ ഇങ്ങനെ പോകുന്നു. ഒന്നാമത്തെ ഭാഗം, അവിടുന്ന് പോയി രണ്ടാമത്തെ ഭാഗം, അവിടുന്ന് പോയി മൂന്നാമത്തെ ഭാഗം. അവിടെ പ്രത്യേകിച്ചൊന്നും സുന്നത്തായ പ്രാർത്ഥനകളൊന്നും പ്രാർത്ഥിക്കാനില്ല. 1, 2, 3 മൂലകളും കഴിഞ്ഞ് ഇവിടെയാണ് റുക്നുൽ യമാനി എന്ന് പറയുന്ന മൂലയുള്ളത്. റുക്ൻ എന്നാൽ മൂല എന്ന അർത്ഥമുണ്ട്. നേരത്തെ തൂണെന്ന് പറഞ്ഞ പോലെ തന്നെ മറ്റൊരു ഇതാണ് റുക്ൻ എന്നാൽ മൂല, കോർണർ എന്നർത്ഥമുണ്ട്. ഇവിടെ ഉദ്ദേശിക്കുന്നത് കോർണറാണ്. അപ്പൊ ഈ കോർണറിൽ യമൻ ഭാഗത്തേക്ക് ഉള്ള കോർണറാണ്. അവിടെ അത് അവിടുത്തെ പേരതാണ് റുക്നുൽ യമാനി, യമൻ ഭാഗത്തേക്കുള്ള കോർണർ. അപ്പൊ ഇവിടെ മുതൽ പിന്നെ ഈ 4ാമത്തെ ഈ ഒരു ലൈന്, ഈ ഒരു ചുമര്, അതാണ് അവിടെ വെച്ച് പ്രത്യേകം ചൊല്ലാനുള്ളത്. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. അത് മാത്രമാണ് തവാഫിനിടയിൽ ചൊല്ലൽ സുന്നത്താക്കപ്പെട്ട പ്രത്യേക പ്രാർത്ഥന. വേറൊന്നും ഒരു പ്രാർത്ഥനയും അങ്ങനെ ചൊല്ലാൻ പ്രത്യേകമായിട്ട് കൽപ്പിക്കപ്പെട്ടിട്ടില്ല. അപ്പൊ നമ്മൾ 7 തവാഫ് ചെയ്യുന്നു. 7 തവാഫിനിടയിൽ പ്രത്യേകമായിട്ട് ചൊല്ലൽ നിയമമാക്കപ്പെട്ട പ്രാർത്ഥനകളൊന്നുമില്ല. എന്നാൽ ഇവിടെ ഈ റുക്നുൽ യമാനി മുതൽ ഹജറുൽ അസ്വദ് വരെയുള്ള ഈ മൂലയിൽ റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസനതൻ വഖിനാ അദാബന്നാർ എന്ന് ചൊല്ലൽ സുന്നത്താണ്. ഒരാൾ അതും ചൊല്ലിയില്ലാന്ന് വെച്ചാലും അയാൾക്ക് ഹജ്ജിന് ഭംഗമൊന്നും പറയുന്നത് വെച്ചാൽ ബേജാറും പേടിയൊന്നും വേണ്ട എന്നാണ് പറഞ്ഞതിന്റെ ഉദ്ദേശം. അതല്ലാതെ അതും ചെയ്യണ്ട, ഇതും ചെയ്യണ്ട, മറ്റേതും ചെയ്യണ്ട, അങ്ങനെയൊക്കെ ആവാം എന്നല്ല.
അങ്ങനെ ആരും മനസ്സിലാക്കരുത്. പക്ഷേ ഇത് ചൊല്ലിയില്ലെങ്കിൽ തന്റെ ഹജ്ജ് നഷ്ടപ്പെട്ടു എന്ന രീതിയിലുള്ള ധാരണയോ മറ്റോ അത് വേണ്ട എന്നാണ് പറഞ്ഞത് ചുരുക്കം. അത് കഴിഞ്ഞാൽ 7 തവാഫ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ചെയ്യാനുള്ളത് ഏകദേശം ഈ ഭാഗത്തായിട്ട്, അതായത് നമ്മുടെ ഹജറുൽ അസ്വദ് കഴിഞ്ഞ അടുത്ത മൂലയാണ്. ആ മൂലയുടെ ഏകദേശം ഭാഗത്തായിട്ടാണ് മഖാമു ഇബ്രാഹിം എന്ന് പറയുന്ന ഒരു കല്ല് ഉള്ളത്. ആ ഭാഗത്തായിക്കൊണ്ട് 2 റക്അത്ത് സുന്നത്ത് നമസ്കരിക്കുക എന്നുള്ളതാണ് അടുത്ത സ്റ്റെപ്പായിട്ട് ചെയ്യാനുള്ളത്. എന്ന് വെച്ചാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ നമ്മളോട് പറഞ്ഞത് വത്തഖിദൂ മിൻ മഖാമി ഇബ്രാഹിം മുസല്ല, ഇബ്രാഹിം മഖാമിനെ നിങ്ങൾ നമസ്കാര സ്ഥലമാക്കുക എന്ന അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം അത് പാലിച്ചുകൊണ്ട് അവിടെ വെച്ച് 2 റക്അത്ത് നമസ്കരിക്കുന്നത് സുന്നത്താണ്. ഒന്നാമത്തെ റക്അത്തിൽ സൂറത്തുൽ കാഫിറൂൻ ഫാത്തിഹയ്ക്ക് ശേഷം സൂറത്തുൽ കാഫിറൂനും, രണ്ടാമത്തെ റക്അത്തിൽ ഫാത്തിഹയ്ക്ക് ശേഷം സൂറത്തുൽ ഇഖ്ലാസും ചൊല്ലുന്നത് നല്ലതാണ്, ഉത്തമമാണ്. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ സൊഫ മറുവ ആ നടത്തത്തിന് വേണ്ടി സൊഫയിലേക്ക് കയറുകയാണ്. ഈ മഖാം ഇബ്രാഹിമിന്റെ പിന്നിൽ നിന്ന് 2 റക്അത്ത് നമസ്കരിച്ചതിന് ശേഷം സൗകര്യപ്പെടുമെങ്കിൽ സംസം വെള്ളം കുടിക്കുന്നത് ഉത്തമമാണ്. അത് പ്രത്യേകം സുന്നത്താക്കപ്പെട്ട ഒരു സമയമാണത്. അവിടെ വെച്ച് ആ സമയത്ത് സംസം വെള്ളം കുടിക്കുന്നത് സുന്നത്താണ്. നമുക്കറിയാവുന്നതുപോലെ തന്നെ മാഉ സംസം എന്ന് പറയുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകം പോരിശയാക്കിയിട്ടുള്ള ഒരു വെള്ളമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് മാഉ സംസം ലിമാ ശുരിബ ലഹു, എന്ത് ഉദ്ദേശത്തിലാണോ സംസം വെള്ളം കുടിച്ചത് അത് സഫലമാക്കപ്പെടും എന്നാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു പുണ്യമാക്കപ്പെട്ട പാനീയമാണെന്ന ഉദ്ദേശത്തോടു കൂടി തന്നെ അത് കുടിക്കാവുന്നതാണ്. നമുക്ക് എന്തെല്ലാം ആഗ്രഹങ്ങളുണ്ടോ ദുനിയാവിന്റെയും ആഖിറത്തിന്റെയും എല്ലാ ആഗ്രഹങ്ങളും മനസ്സിൽ വിചാരിച്ചുകൊണ്ട് കുടിച്ചോളി. ഇൻഷാ അല്ലാഹ് നമ്മുടെ ഇഖ്ലാസ് അനുസരിച്ച് അല്ലാഹു തആല നടപ്പിലാക്കി തരും. ഇഖ്ലാസിന് കുറവ് വരുമ്പോഴാണ് നടപ്പിലാവുന്നതും വൈകുന്നതും പിന്തിക്കപ്പെടുന്നതും ഒക്കെ. അങ്ങനെ അവിടെ വെച്ച് മാവ് സംസം കുടിക്കുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെയാണ് സഫ കുന്നിലേക്ക് കയറുന്നത്. സഫ കുന്നിലേക്ക് കയറുമ്പോൾ പിന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ പറഞ്ഞ പോലെ ഇന്ന സഫ വൽ മർവത മിൻ ശആഇരില്ലാഹ് ഫമൻ ഹജ്ജൽ ബൈത അവ ഇഅ്തമറ ഫലാ ജുനാഹ അലൈഹിമാ ഫമൻ തതവ്വഅ ഫഇന്നല്ലാഹ ശാകിറുൻ അലീം എന്ന ആയത്ത് അറിയുമെങ്കിൽ ചൊല്ലുന്നത് ഉത്തമമാണ്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലിയിട്ടുണ്ട്. അങ്ങനെ ചൊല്ലുന്നത് സുന്നത്താണ്. അറിയുമെങ്കിൽ അങ്ങനെ ചൊല്ലാവുന്നതാണ്. ചൊല്ലിയിട്ടില്ലെങ്കിലും ആ ഉംറയ്ക്കോ അല്ലെങ്കിൽ തവാഫിനോ സൈനോ ഒന്നും ഭംഗമൊന്നും വരുന്നില്ല. എന്നാൽ അത് പഠിക്കണം, പ്രത്യേകമായി അതിന് തയ്യാറാവണം എന്നുള്ളത് ഉണർത്തുകയാണ്. അതിന് ശേഷം സഫയുടെ കുന്നിന്റെ മുകളിലേക്ക് സാധ്യമായിടത്തോളം കയറുകയും അവിടെ വെച്ച് നമ്മൾ സഅയ് തുടങ്ങുകയും ചെയ്യുകയാണ്. അങ്ങനെ സഅയ് തുടങ്ങുന്ന സമയത്ത് അവിടെ ആ കുന്നിൽ നിന്നുകൊണ്ട് പിന്നെ കഅബയുടെ ഭാഗത്തേക്ക് തിരിഞ്ഞ് കഅബ കാണുന്ന രീതിയിൽ നിന്നുകൊണ്ട് അവിടെ വെച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുന്നത് ഏറ്റവും ഉത്തമമാണ്. അത് അവിടെ വെച്ച് മാത്രമല്ല, സഫയിൽ നിന്ന് മറുവയിൽ എത്തിക്കഴിഞ്ഞാൽ മറുവയിലും, മറുവയിൽ നിന്ന് വീണ്ടും സഫയിൽ എത്തിക്കഴിഞ്ഞാൽ അപ്പോഴും ഒക്കെ ആ രീതിയിൽ പ്രാർത്ഥന നടത്തുന്നത് ഉത്തമമാണ്. അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകമായി പ്രാർത്ഥിച്ചിരുന്ന ഒരു പ്രാർത്ഥന പിന്നെ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു അൻജസ വഅദഹു വനസറ അബ്ദഹു വഹസമൽ അഹ്സാബ വഹ്ദഹു. ഈ പ്രാർത്ഥന 3 പ്രാവശ്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആവർത്തിച്ച് പ്രാർത്ഥിച്ചിരുന്നു. അതും അതല്ലാത്ത മറ്റു പ്രാർത്ഥനകളും ഒക്കെ ആകാവുന്നതാണ്. സാഹചര്യവും സമയവും സന്ദർഭവും നോക്കിക്കൊണ്ട് നമുക്ക് ചെയ്യാവുന്നതാണ്. അതിനുശേഷം പിന്നെ നമ്മൾ ഇറങ്ങി നടക്കുന്നു മറുവയെ ലക്ഷ്യമാക്കിക്കൊണ്ട്. അങ്ങനെ സഫയിൽ നിന്ന് മറുവയിലേക്ക് പോകുമ്പോൾ വഴിയിൽ വെച്ച് നമുക്ക് പിന്നെ ലഭിക്കുന്ന ഒരു സ്ഥലമാണ് പിന്നെ എന്താണ് ആ സ്ഥലത്തിന്റെ പേര് ഓർമ്മയിൽ കിട്ടുന്നില്ല. അവിടെ ആ പച്ചലേറ്റ് കൊണ്ട് അടയാളപ്പെടുത്തിയ സ്ഥലം ആയിക്കോട്ടെ. അപ്പം പിന്നെ അറിയുന്നവർ പറയട്ടോ. ഇതൊരു 1 വേ ക്ലാസ് അല്ല, എന്തൊരു കൂടി ചർച്ചയിലൂടെ നമുക്ക് പഠിക്കാൻ പറ്റുന്ന ഒരു ക്ലാസ് ആണ്. അറിയുന്നവർ ഇങ്ങോട്ട് പറയണം. നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ പിന്നെ അവിടെ പച്ച ലൈറ്റ് കൊണ്ട് അടയാളപ്പെടുത്തിയ ആ സ്ഥലത്ത് പുരുഷന്മാർ സാധ്യമാവുന്ന വേഗത്തിൽ ഓടുകയല്ല, ഓടുന്ന രീതിയിൽ ഒരല്പം പിന്നെ ചുറുചുറുക്കോടുകൂടി നടക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അല്ലാതെ പെരുമ്പാച്ചിൽ പായുക എന്നുള്ളതല്ല. അങ്ങനെ ചില ആളുകളുടെ ധാരണ ഭയങ്കര ഓട്ടം ഓടാണ്. അതല്ല. അതെന്തിനാണ് ആ സംഭവം നടന്നതെന്ന് വെച്ചാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തും മദീനയിൽ നിന്ന് ഉംറയ്ക്ക് വേണ്ടി വന്നപ്പോൾ അന്ന്
ഖുറൈശികൾ അല്ലെങ്കിൽ അവിടെ ഉണ്ടായിരുന്ന മക്കാ മുശ്രിക്കുകൾ അവരുമായിട്ടുണ്ടായിരുന്ന ഒരു കരാറിന്റെ അടിസ്ഥാനത്തിലുള്ള വരവായിരുന്നു. എന്ന് വെച്ചാൽ അതിന്റെ തലേ വർഷം അവിടെ വന്നപ്പോൾ അങ്ങോട്ട് മക്കയിലേക്ക് പ്രവേശിക്കാൻ സമ്മതിക്കാതെ ഹുദൈബിയ സന്ധി ഉണ്ടാവുകയും ആ വർഷത്തിൽ നബിയും സഹാബത്തും തിരിച്ചു പോവുകയും ചെയ്ത സംഭവം നടന്നതാണ്. അപ്പൊ അതിന്റെ അന്നത്തെ കരാറിന്റെ അടിസ്ഥാനത്തിൽ അടുത്ത വർഷം നിങ്ങൾക്ക് ഉംറയ്ക്ക് വരാമെന്ന് പറഞ്ഞിരുന്നു. അങ്ങനെ രണ്ടാമത്തെ വർഷം പിന്നത്തെ വർഷം ഉംറയ്ക്ക് വന്ന സമയത്ത് മദീനയിൽ നിന്ന് പനി പിടിച്ച അവശരായ കുറച്ച് ആൾക്കാരും മുഹമ്മദും ആളുകളും ഇവിടെ ഉംറയ്ക്ക് വരുന്നുണ്ട് എന്ന് പറഞ്ഞ് അവരെ പരിഹസിച്ചുകൊണ്ട് ആ രീതിയിൽ അവരെ ആക്ഷേപിച്ചുകൊണ്ട് സംസാരിച്ചുകൊണ്ടാണ് മക്കാ മുശ്രിക്കുകൾ അവർക്ക് അവസരം കൊടുത്തത്. എന്നിട്ട് അവരവിടുന്ന് മാറിപ്പോയിക്കൊണ്ട് കുന്നുമ്മ അവിടെയൊക്കെ കയറി നോക്കുകയായിരുന്നു നബിയും സഹാബത്തും ഉംറ ചെയ്യുന്നത്. അപ്പൊ ഞങ്ങൾ പനി പിടിച്ച അവസരമായവരല്ല എന്ന് കാണിക്കാനും കൂടി വേണ്ടിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നല്ല ഉഷാറോടുകൂടെ ആ സ്ഥലത്ത് നടക്കുകയുണ്ടായി. അതായിരുന്നു റമല് നടത്തത്തിന്റെയും അതുപോലെ തന്നെ അതായത് തവാഫിനിടയിൽ നേരത്തെ പറഞ്ഞല്ലോ റമല് നടത്തം എന്ന് പറഞ്ഞു ആദ്യത്തെ 3 സ്റ്റെപ്പിൽ കുറച്ച് വേഗത്തിൽ ചുവടുകൾ അടുപ്പിച്ച് വെച്ച് ഉഷാറോടെ നടക്കുക എന്നുള്ളത് സുന്നത്താണ്. നേരത്തെ വിട്ടുപോയതാണ് ആ കാര്യം. തവാഫ് ചെയ്യുമ്പോൾ കഅബയ്ക്ക് ചുറ്റും തവാഫ് ചെയ്യുമ്പോൾ ആ രൂപത്തിലൊന്നും നടക്കുന്നത് സുന്നത്താണ്. അതിനാണ് റമൽ നടത്തം അല്ലെങ്കിൽ റംല് നടത്തം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇവിടെ ഈ പറഞ്ഞ സ്ഥലത്ത് സഅയിനിടയിൽ ആ പച്ചലൈറ്റ് കൊണ്ട് അടയാളപ്പെടുത്തിയ സ്ഥലത്ത് ഉഷാറോടുകൂടെ ഉന്മേഷത്തോടുകൂടെ നടക്കുക എന്നുള്ളത് സുന്നത്താണ്. അതിന്റെ ഉദ്ദേശം ഇതായിരുന്നു, നബിയും സഹാബത്തും അവർ ചടച്ചു വന്നവരല്ല, ചടഞ്ഞ പനി പിടിച്ച അവശരായവരല്ല, മറിച്ച് ഉഷാറുള്ളവരാണെന്ന് കാണിക്കാൻ വേണ്ടി കൂടിയാണ് നബി അന്നങ്ങനെ ചെയ്തത്. അപ്പൊ അതാണ് അതിന്റെ ഉദ്ദേശം, അതല്ലാതെ ഓട്ടമല്ല. എന്നിട്ട് ആ സ്ഥലം കഴിഞ്ഞാൽ, ആ പച്ചലൈറ്റ് കൊണ്ട് അടയാളപ്പെടുത്തിയ സ്ഥലം കഴിഞ്ഞാൽ പിന്നെ സാധാരണ രൂപത്തിൽ നടക്കുക. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ആ നടത്തം അവിടെ സുന്നത്താക്കപ്പെട്ടിട്ടില്ല, അവർക്ക് അതിന്റെ ആവശ്യമില്ല. പിന്നെ മറുവയിൽ ചെന്ന് കയറുന്നു, അവിടെയും ചെന്ന് കയറി കഴിഞ്ഞാൽ സാധിക്കുമെങ്കിൽ കഅബയുടെ ഭാഗത്തേക്ക് തിരിഞ്ഞു നിന്നുകൊണ്ട് നേരത്തെ പറഞ്ഞതുപോലെയുള്ള പ്രാർത്ഥനയും അതല്ലാത്ത പ്രാർത്ഥനകളും ചൊല്ലുന്നത് സുന്നത്താണ്. നേരത്തെ പറഞ്ഞ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു തുടങ്ങുന്ന ആ പ്രാർത്ഥന 3 പ്രാവശ്യം ആവർത്തിച്ച് ചൊല്ലുന്നത് സുന്നത്താണ്. സഫയിൽ നിന്ന് മറുവയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അതെന്തായി, ഒരു സഅയി പൂർത്തിയായി. ഉംറ ചെയ്യുന്നവരാണ് നമ്മൾ, അതുകൊണ്ട് ഒരുപാട് വിശദീകരിക്കേണ്ട ആവശ്യമില്ല. ഈ ഭാഗം നമുക്ക് അങ്ങനെ നടത്തിവിടാം. അത് അങ്ങനെ സഫയിൽ നിന്ന് മറുവയിലേക്ക് 1, മറുവയിൽ നിന്ന് സഫയിലേക്ക് 2, വീണ്ടും സഫയിൽ നിന്ന് മറുവയിലേക്ക് 3, അവിടെ നിന്ന് ഇങ്ങോട്ട് 4, 5, 6, 7 സഫയിൽ മറുവയിൽ നമ്മൾ അവസാനിപ്പിക്കുന്നു. ഇതിനിടയിൽ പച്ചലൈറ്റ് കൊണ്ട് അടയാളപ്പെടുത്തിയ സ്ഥലങ്ങളിലെല്ലാം അങ്ങോട്ട് പോകുമ്പോഴും ഇങ്ങോട്ട് പോരുമ്പോഴും പുരുഷന്മാർ ഒരൽപ്പം ഉഷാറോടുകൂടെ നടക്കുന്നത് സുന്നത്താണ്. അതാണ് സഫാ മറുവക്കിടയിലുള്ള സഅയിന്റെ ഭാഗമായിക്കൊണ്ട് നമുക്ക് ചെയ്യാനുള്ളത്. ഇത് കഴിഞ്ഞാൽ പിന്നെ അടുത്ത സ്റ്റെപ്പ് നമുക്ക് ചെയ്യാനുള്ളത് മുടി മുറിക്കുക അല്ലെങ്കിൽ മുടി വടിക്കുക എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ ഇത് രണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച സുന്നത്ത് തന്നെയാണ്. പ്രതിഫലത്തിൽ വ്യത്യാസമുണ്ട് എന്നുള്ളതാണ്. അതല്ലാതെ മുടി മുറിക്കൽ അനുവദനീയമല്ല എന്നാരെങ്കിലും ധരിച്ചു പോയിട്ടുണ്ടെങ്കിൽ അത് തെറ്റാണ്, അങ്ങനെ വിചാരിക്കേണ്ട. നബി രണ്ടും പഠിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ മുടി വടിക്കുന്നതാണ് ഏറ്റവും ഉത്തമം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 3 പ്രാവശ്യം മുഹല്ലിഖീങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, മുടി വടിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അല്ലാഹുമ്മ ഇർഹമിൽ മുഹല്ലിഖീൻ, അല്ലാഹുമ്മ ഇർഹമിൽ മുഹല്ലിഖീൻ, അല്ലാഹുമ്മ ഇർഹമിൽ മുഹല്ലിഖീൻ 3 പ്രാവശ്യം അവർക്ക് വേണ്ടി, അല്ലാഹുവേ മുടി വടിച്ചവർക്ക് നീ റഹ്മത്ത് ചെയ്യണമേ എന്ന് പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ചപ്പോൾ ഒരു സഹാബി ഓർമ്മിപ്പിച്ചു, അദ്ദേഹം നേരത്തെ സൂചിപ്പിച്ചതുപോലെ, വലിൽ മുഖസ്സിരീൻ യാ റസൂലല്ലാഹ്, അള്ളാഹുവിന്റെ റസൂലെ മുടി മുറിച്ചവർക്കും വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം വലിൽ മുഖസ്സിരീൻ മുടി മുറിച്ചവർക്കും എന്ന് പറഞ്ഞു നിർത്തി. എന്ന് വെച്ചാൽ പ്രതിഫലത്തിലുള്ള വ്യത്യാസമാണ് അവിടെ കാണിക്കുന്നത്. 3:1 എന്ന അർത്ഥത്തിലുള്ള വ്യത്യാസം പ്രതിഫലത്തിൽ ഉണ്ട്, ആ രൂപത്തിൽ വ്യത്യാസമുണ്ട്. ഏതായാലും മുടി മുറിക്കൽ അനുവദനീയമാണ്, പക്ഷേ ഏറ്റവും നല്ലത് മുടി വടിക്കുന്നതാണ്. എന്നാൽ നമ്മൾ തമത്തു ആയിക്കൊണ്ട് ഹജ്ജ് ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഉംറ കഴിഞ്ഞ് മുടി മുറിച്ച് വീണ്ടും നമുക്ക് ഹജ്ജിന്റെ സമയത്ത് വീണ്ടും ഒരു മുടി വടിക്കൽ വരാനുള്ളത് കൊണ്ട് ആ സമയത്ത് അപ്പോൾ മുഴുവനായിക്കൊണ്ട് വടിക്കുന്നതല്ല അവർക്ക് ഉത്തമം. നമ്മളെ സംബന്ധിച്ചിടത്തോളം അഥവാ ഇങ്ങനെ പോകുന്ന നിങ്ങളെ സംബന്ധിച്ചിടത്തോളം അവര് ചെറുതാക്കി വെട്ടുകയോ അല്ലെങ്കിൽ മെഷീൻ വെക്കുകയോ പോലെയുള്ള രീതിയിൽ ചെയ്യുന്നതാണ് ഏറ്റവും ഉത്തമം. കാരണം അവർക്ക് ദുൽഹജ്ജ് 10 പെരുന്നാളിൻ്റെ അന്ന് വീണ്ടും അവർക്ക് മുടി വടിക്കാൻ തലയിൽ ഒരല്പം മുടി ബാക്കി വെക്കുന്നതാണ് നല്ലത് അങ്ങനത്തെ സമയത്ത്. ഇനി അതല്ല, രണ്ടും വടിക്കണമെന്ന് ആഗ്രഹമുള്ളവർക്ക് അതും ആവാം. അവര് 2ാം പ്രാവശ്യം വീണ്ടും അത് ചെയ്യുമ്പോൾ മൊട്ടത്തലയിലൊന്ന് കത്തി നടത്തിയാൽ മാത്രം മതി, മുടിയൊന്നും ഉണ്ടാവില്ല. എൻ്റെ ആ ചടങ്ങ് നിർവഹിക്കാൻ അത്രേ വേണ്ടുള്ളൂ.
അപ്പൊ ഇതോടുകൂടെ എന്തായി, ഉംറ കഴിഞ്ഞു. ഇതാണ് ഇപ്പൊ നമ്മൾ ഉംറയാണ് ചെയ്തത്. ഇത് തമത്തു ആയിക്കൊണ്ട് ഹജ്ജ് ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഉംറ കഴിഞ്ഞാൽ പിന്നെ അവർ സ്വതന്ത്രരാണ്. അവർക്ക് അവരുടെ ഇഹ്റാമിന്റെ വസ്ത്രം മാറ്റാവുന്നതാണ്, അവർക്ക് സുഗന്ധം പൂശാവുന്നതാണ്, അതുപോലെ തന്നെ സാധാ ഡ്രസ്സ് ധരിക്കാവുന്നതാണ്, തുന്നിക്കൂട്ടിയ വസ്ത്രം ധരിക്കാവുന്നതാണ്, ഒക്കെ ആവാം. നേരത്തെ സൂചിപ്പിച്ചതുപോലെ കുടുംബമായി കൊണ്ട് കഴിയുന്നവർക്ക് അവർക്ക് ഒന്നിച്ച് കഴിയാവുന്നതാണ്. അതിനൊന്നും വിരോധമില്ല. അപ്പോൾ ഈ ഒരു വേള, ഈ ഒരു ഇടവേള സമയത്ത് ഇതൊക്കെ അനുവദിക്കപ്പെടുന്നത് കൊണ്ടാണ് തമത്തു എന്ന പേര് അതിന് കിട്ടാൻ കാരണം. അതിനുശേഷം പിന്നെ നമുക്ക് ചെയ്യാനുള്ളത്, ഇപ്പം നമ്മൾ ഒരു പക്ഷേ ഇത് ദുൽഹജ്ജ് 6-നായിരിക്കും ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടാവുക. 5-ന് പോയാൽ 6-ന് ഇതൊക്കെ കഴിഞ്ഞു, അവിടുത്തെ നമ്മൾ ഉംറ നിർവഹിച്ച് കഴിഞ്ഞു. പിന്നെ നമുക്ക് വീണ്ടും ഹജ്ജ് തുടങ്ങുന്നത് നമ്മൾ ദുൽഹജ്ജ് 8-നാണ്. ദുൽഹജ്ജ് 8-ന് രാവിലെയോ അല്ലെങ്കിൽ നേരത്തെ നമ്മൾ ഉംറ കഴിഞ്ഞാൽ പിന്നെ പല സ്ഥാപനങ്ങളും അല്ലെങ്കിൽ പല ഹംലകളും കൊണ്ടുപോയി നേരെ മിനയിലാണ് പാർപ്പിക്കാറുള്ളത്. അതിൻ്റെ മുമ്പ് വേറെ താമസ സ്ഥലമൊന്നും ഉണ്ടാവില്ല. ഉള്ളവർക്കാണെങ്കിലും അങ്ങനെ ചെയ്യേണ്ടത് ദുൽഹജ്ജ് 8-ന് രാവിലെയാണ്. എന്നുവെച്ചാൽ ദുൽഹജ്ജ് 8-ന് രാവിലെ മിനയിൽ ടെന്റിലേക്ക് പുറപ്പെടുന്നു. അല്ലെങ്കിൽ നേരത്തെ തന്നെ അവിടെ എത്തിയവരാണെങ്കിലും ശരി, അന്ന് രാവിലെ സുബഹി നമസ്കാരത്തിന് ശേഷമോ അല്ലെങ്കിൽ സൂര്യൻ ഉദിച്ച് പുറത്തു വന്ന് കുറെ കഴിഞ്ഞതിന് ശേഷം മാത്രം മതി, ദുഹറിന് മുമ്പായിക്കൊണ്ട് വീണ്ടും ഇഹ്റാമിൽ പ്രവേശിക്കുന്നു. അഥവാ ഉംറയുടെ ഇഹ്റാമിൽ നിന്ന് നമ്മൾ തഹല്ലുലായി കഴിഞ്ഞതിന് ശേഷം രണ്ടാമത് ഹജ്ജിന് വേണ്ടി മാത്രം ദുൽഹജ്ജ് 8-ന് ദുഹറിന് മുമ്പായിക്കൊണ്ട് മിനയിലെ ടെന്റിൽ വെച്ച് ഇഹ്റാമിൽ പ്രവേശിക്കുന്നു. അതല്ലാതെ ഈ ഇഹ്റാമിന് വേണ്ടി മീഖാത്തിലേക്ക് പോവുകയോ മറ്റോ ചെയ്യേണ്ടതില്ല. അപ്പോൾ അവിടെ വെച്ച് തന്നെയാണ് നമ്മൾ ഇഹ്റാമിൽ പ്രവേശിക്കുന്നത്. എല്ലാവരും അങ്ങനെ തന്നെയാണ്. അതാണ് അതിൻ്റെ സുന്നത്ത്. എന്നിട്ട് നമ്മൾ ഇഹ്റാമിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? അല്ലാഹുമ്മ ലബ്ബൈക ഹജ്ജൻ എന്ന് മാത്രമേ പറയേണ്ടതുള്ളൂ. അങ്ങനെ പറഞ്ഞുകൊണ്ടാണ് ഇഹ്റാമിൽ പ്രവേശിക്കുന്നത്. എന്നിട്ട് അതിനുശേഷം പിന്നെ നമ്മൾ അവിടെ മിനായിൽ ദുൽഹജ്ജ് 8-ന് പകലും അന്ന് രാത്രിയും അവിടെ കഴിച്ചു കൂട്ടുന്നു. രാപ്പാർക്കലും അന്നത്തെ പകലും അവിടെ കഴിച്ചു കൂട്ടി ആ സമയത്തെല്ലാം തന്നെ നമുക്ക് സാധാരണ നമുക്ക് ചെയ്യാനുള്ള ഇബാദത്തുകളാണ് പ്രത്യേകമായിട്ട് ചെയ്യാനുള്ളത്. അതല്ലാതെ ദുൽഹജ്ജ് 8-ന് പകലും രാത്രിയും നിർവഹിക്കേണ്ടുന്ന പ്രത്യേകമായ കർമ്മങ്ങൾ എന്ന് പറഞ്ഞിട്ട് ഒരു കർമ്മവും കൽപ്പിക്കപ്പെട്ടിട്ടില്ല. സാധാരണ നമ്മൾ നമസ്കരിക്കുന്ന നമസ്കാരം നിർവഹിക്കുന്നു. പക്ഷേ 4 റക്അത്തുള്ള നമസ്കാരങ്ങളെ മുഴുവൻ ചുരുക്കിക്കൊണ്ടാണ് 2 റക്അത്താക്കി ഖസ്റാക്കിക്കൊണ്ടാണ് നമസ്കരിക്കുന്നത്. പക്ഷേ അവിടെ ജംഅ് ഇല്ല. ഓരോ നമസ്കാരവും അതാതിൻ്റെ വക്തിലാണ് ചെയ്യേണ്ടത്. അത് അവർക്ക് സൗകര്യപ്പെട്ട സ്ഥലത്ത് വെച്ച് അവർക്ക് നമസ്കരിക്കാം. ഒന്നുകിൽ തങ്ങളുടെ ടെന്റിൽ വെച്ചോ അല്ലെങ്കിൽ അവിടെയുള്ള മസ്ജിദുൽ ഖൈഫ് എന്ന് പറയുന്ന മിനയിലെ പള്ളിയിലേക്ക് പോകാൻ സാധിക്കുമെങ്കിൽ അങ്ങനെയോ നിർവഹിക്കാവുന്നതാണ്. അപ്പോൾ അവിടെ 5 നേരത്തെ നമസ്കാരങ്ങൾ അവിടെ വെച്ച് നിർവഹിക്കുന്നു. 4 റക്അത്തുള്ള നമസ്കാരങ്ങൾ 2 ചുരുക്കുന്നു. 3 റക്അത്തുള്ള മഗ്രിബ് അതിന്റെ സമയത്ത് 3 റക്അത്ത് നമസ്കരിക്കുന്നു. സുബഹി നമസ്കാരവും 2 റക്അത്ത് നമസ്കരിക്കുന്നു. അതാണ് അവിടെ ചെയ്യാനുള്ളത്. പിന്നെ ബാക്കിയുള്ള സമയങ്ങളിൽ നമുക്ക് ചെയ്യാനുള്ളത് അവിടെ തൽബിയത്തും ഖുർആൻ പാരായണവും പ്രാർത്ഥനയും മറ്റുമായിക്കൊണ്ട് ഇബാദത്തിൽ മുഴുകുക എന്നുള്ളത് മാത്രമാണ്. അത് നേരത്തെ ഇവിടെ വിശദീകരിക്കപ്പെട്ട കാര്യമാണ്. അല്ല, നമ്മളവിടെ ചെന്നാൽ പിന്നെ തിരിച്ചു പോരുന്നത് വരെ കസറാക്കി കൊണ്ടുതന്നെ നമസ്കരിക്കുന്നത്. അതായത് മിനയിലുള്ള നമസ്കാരം മുഴുവൻ കസറാക്കിയിട്ടാണ്. അവിടെ മിനയിൽ താമസിക്കുന്ന സ്വദേശികൾക്ക് മാത്രമാണ് നമസ്കാരം പൂർത്തിയായിട്ട് നമസ്കരിക്കാനുള്ളത്. മിന ഭാഗത്ത് താമസിക്കുന്ന ആളുകൾ, മസ്ജിദുൽ ഖൈഫിന്റെ ഒക്കെ പരിസരത്ത് താമസിക്കുന്നവരുണ്ടാവുമല്ലോ, അവരുടെ നമസ്കാരം സാധാരണ പുറത്തുള്ള നമ്മുടെ നമസ്കാരം പോലെ തന്നെ അവർ പൂർണ്ണമായിട്ട് നമസ്കരിക്കണം, സ്വദേശികൾ. പക്ഷേ ഇവിടുന്ന് പുറത്തുനിന്ന് ചെന്ന ആളുകൾ മുഴുവൻ കസറാക്കി നമസ്കരിക്കുന്നത്. അതെ, എന്ന് ചെന്നാലും ശരി, ചെന്ന അന്ന് തൊട്ട് പോരുന്നത് വരെ. അതല്ലാതെ ഹജ്ജ് തുടങ്ങിയ ശേഷമേ ഉള്ളൂ എന്നില്ല. 8 മുതലല്ല, അവിടെ ചെന്നതിന് ശേഷം പൂർണ്ണമായിട്ടാണ് തന്നെ ചെയ്യുന്നത്. പിന്നെ ഇപ്പൊ നമ്മളിപ്പോ ഈ പറഞ്ഞത് വരെ ഉംറ കഴിഞ്ഞ് നമ്മൾ ദുൽഹജ്ജ് 8 എത്തുന്നത് വരെയുള്ള അവിടെ വേറെ ഉള്ള ഡോക്ടർ ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ കേട്ടോ. സ്ത്രീകളുടെ മുടി വെട്ടുന്നതുമായി ബന്ധപ്പെട്ട് പ്രത്യേകം പറഞ്ഞില്ല. അവർ മുടിയുടെ അറ്റത്ത് നിന്നൊരൽപ്പം ഒരു വിരൽ തുമ്പിന്റെ അത്ര വെട്ടിക്കളയാണ് വേണ്ടത്. അത് ഉംറയുടെ ശേഷമാണെങ്കിലും ഹജ്ജിന്റെ ശേഷമാണെങ്കിലും അങ്ങനെ തന്നെ ചെയ്യേണ്ടത്. പ്രത്യേകിച്ച് അതിൽ വേറെ നിബന്ധനകളോ കൽപ്പനകളോ ഒന്നുമില്ല. കൂടുതൽ നീളത്തിന് വേണ്ട ഈ വിരൽ തുമ്പിന്റെ അത്ര എന്നാണ് അതിനെപ്പറ്റി പറഞ്ഞിട്ടുള്ളത്. എന്നിട്ട് ദുൽഹജ്ജ് 8-ന് നമ്മൾ
ഇഹ്റാമിൽ പ്രവേശിച്ചു കഴിഞ്ഞു. അങ്ങനെ അന്ന് പകലും അന്ന് രാത്രിയും കഴിഞ്ഞു. പിറ്റേന്ന് ദുൽഹജ്ജ് 9 അന്ന് നമ്മുടെ കർമ്മങ്ങൾ പിന്നെ അറഫയിലേക്ക് അങ്ങോട്ടാണ്. ദുൽഹജ്ജ് 9 സൂര്യോദയത്തിന്റെ ശേഷം, സൂര്യൻ ഉദിച്ച് പുറത്തു വന്നതിന് ശേഷം അറഫയിലേക്ക് പുറപ്പെടുന്നു. അറഫയിലേക്ക് പുറപ്പെട്ട് അവിടെ ളുഹറിന് മുമ്പായിട്ടാണ് എത്തേണ്ടത്. സാധിക്കുമെങ്കിൽ ളുഹറിന് മുമ്പായിട്ട് അവിടെ എത്തണം. എത്തിക്കഴിഞ്ഞാൽ പിന്നെ അന്ന് ളുഹർ മുതൽ പിന്നെ മഗ്രിബ് വരെ, ളുഹർ മുതൽ മഗ്രിബ് വരെ നമ്മൾ അറഫയിൽ കഴിച്ചു കൂട്ടണം. അന്നത്തെ പകൽ ചെയ്യാനുള്ള കർമ്മം അതാണ്. ചെന്ന് കഴിഞ്ഞാൽ ളുഹറും അസറും ജംഉം ഖസറുമായി കൊണ്ട് അവിടെ വെച്ച് നമസ്കരിക്കുന്നു. അവിടെ മസ്ജിദുൻ നബിറ എന്ന പേരിലുള്ള ഒരു പള്ളിയുണ്ട്. ആ പള്ളിയിലെ ജമാഅത്തിൽ പങ്കെടുക്കാൻ സാധിച്ചാൽ അങ്ങനെ, ഇല്ലെങ്കിൽ നമ്മൾ നമ്മുടെ ടെന്റിൽ വെച്ച് തനിച്ചാണെങ്കിലും കുഴപ്പമില്ല. അങ്ങനെ അവിടെ വെച്ച് ളുഹറും അസറും കൂടെ ജമ്മും ഖസറുമായി കൊണ്ട് നമസ്കരിക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം പിന്നെ മഗ്രിബ് വരെ നമ്മൾ പ്രാർത്ഥനയിൽ മുഴുകുക എന്നുള്ളതാണ് ചെയ്യാനുള്ളത്. അറഫ ദിവസത്തെ പകൽ സമയത്തുള്ള പ്രാർത്ഥന, അതാണ് ഏറ്റവും ശ്രേഷ്ഠമായ കർമ്മം. അറഫ എന്നുള്ളതാണ് ഹജ്ജ് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അൽ ഹജ്ജു അറഫ. ഹജ്ജ് എന്ന് പറഞ്ഞാൽ തന്നെ അതെന്താണ്? അറഫയാണ്. അറഫയിൽ വെച്ചുള്ള പിന്നെ ആ കർമ്മങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായ കർമ്മം എന്താണ്? പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ ഭൗതികവും പാരിത്രികവുമായ മുഴുവൻ കാര്യങ്ങൾക്ക് വേണ്ടിയും അള്ളാഹുവിനോട് സദാസമയം നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, കണ്ണീരൊഴുക്കി പ്രാർത്ഥിക്കുക. മഗ്രിബിന് സമയമാകുന്നത് വരെ പ്രാർത്ഥനയിൽ തുടരുക. സൂര്യൻ അസ്തമിക്കുന്നതിന് തൊട്ട് മുമ്പായിട്ട് അറഫയിൽ നിന്ന് നീങ്ങുകയാണ് വേണ്ടത്. ഇപ്പൊ ഈ അറഫയുമായി ബന്ധപ്പെട്ട വല്ല സംശയങ്ങളും വരണ്ടോ? അറഫയില് പിന്നെ മസ്ജിദ് നബിറയിൽ ഒരു ഖുതുബ നടക്കും. അത് നമ്മൾ ചിലപ്പോൾ നമ്മൾ കേട്ടോളണമെന്നില്ല. ചിലപ്പോൾ റേഡിയോ വഴി പിന്നെ ഒക്കെ നമുക്ക് അതിന്റെ സംപ്രേഷണം കേൾക്കാൻ സാധിച്ചാൽ മാത്രം കേൾക്കാൻ സാധിക്കും. ഇല്ലെങ്കിൽ അവിടെ ലൗഡ് സ്പീക്കറോ മറ്റൊന്നോ ആ രീതിയിൽ കേൾക്കാനുള്ളതുണ്ടാവില്ല. അതിന്റെ പരിസരത്താണെങ്കിൽ മാത്രമേ കേൾക്കുള്ളൂ. അപ്പോൾ അവിടെ ഖുതുബ നടന്നു എന്നുള്ളത് അങ്ങനെ നമ്മൾ വിചാരിക്കാന്നല്ലാതെ ഖുതുബ നമ്മൾ കേട്ടോളണമെന്നില്ല. ഏതായാലും ആ ഖുതുബ അത് അവിടെ നടക്കും. പലപ്പോഴും അത് നമ്മൾ റേഡിയോ വഴിയൊക്കെ മറ്റു നമ്മൾ പിന്നെ കേൾക്കുകയും അതിന്റെ പോയിന്റ്സുകൾ, അതിനകത്തുള്ള എന്തൊക്കെയാണ് അവിടുത്തെ ഖതീബ് പറഞ്ഞത് എന്നുള്ളത് പിന്നീട് നമ്മൾ വിശദീകരിക്കുകയും ചെയ്യും. എന്ന് വെച്ചാൽ അവിടെ പിന്നെ അറഫ പ്രസംഗത്തിൽ പറഞ്ഞ പ്രധാന പോയിന്റുകൾ നമുക്ക് പിന്നെ വിശദീകരിക്കപ്പെടും. പക്ഷെ അതൊന്നും ഹജ്ജിന്റെ ഭാഗമൊന്നുമല്ല, അങ്ങനെ സംഭവിക്കും എന്നുള്ളതാണ്. ആ ഖുതുബ കഴിഞ്ഞതിന് ശേഷമാണ് ളുഹറും അസറും കൂടെ ജമ്മും ഖസറുമായിക്കൊണ്ട് അവിടെ വെച്ച് നമസ്കരിക്കുന്നത്. എന്നൊക്കെ സൂചിപ്പിച്ചല്ലോ. പിന്നെ അതിന് ശേഷമാണ് നമ്മൾ നിന്ന് പ്രാർത്ഥിക്കേണ്ടത്. അങ്ങനെ മഗ്രിബ് വരെ നമ്മൾ അവിടെ നിന്ന് പ്രാർത്ഥിക്കുകയും സൂര്യൻ അസ്തമിക്കുന്നതിന് തൊട്ട് മുമ്പായിക്കൊണ്ട് അവിടെ നിന്ന് പുറപ്പെടാനൊരുങ്ങുകയും സൂര്യൻ അസ്തമിച്ച ശേഷം അറഫ വിടുകയും ചെയ്യുക എന്നുള്ളതാണ്. പുറപ്പെടാൻ തുടങ്ങൽ അതിന്റെ മുമ്പാവാം, പക്ഷേ അസ്തമിച്ച ശേഷം മാത്രമേ അറഫ വിടാൻ പാടുള്ളൂ. ആ രീതിയിൽ നമുക്ക് അവിടെ പോകാം. എന്നിട്ട് നമ്മൾ പോവേണ്ടത് നേരെ മുസ്ദലിഫയിലേക്കാണ്. മുസ്ദലിഫ എന്ന് പറയുന്നത് പിന്നെ അറഫയുടെയും മിനായുടെയും ഇടയിലുള്ള ഒരു സ്ഥലമാണ്. നമ്മൾ മിനയിൽ നിന്ന് നേരെ ദുൽഹജ്ജ് 9 രാവിലെ നമ്മൾ മിനായിൽ നിന്ന് അറഫയിലേക്ക് ട്രെയിൻ കയറി അറഫയിലെത്തി. അവിടുന്ന് തിരിച്ചിങ്ങോട്ട് തന്നെ മുസ്ദലിഫിലേക്ക് തന്നെ പോരുകയാണ്. വഴിയിൽ ഏകദേശം പകുതി വഴിയോളം പിന്നിട്ടുകൊണ്ടുള്ള ഒരു സ്ഥലമാണ്. അവിടെ മുസ്ദലിഫയിൽ വന്ന് അന്ന് അവിടെ രാത്രി താമസിക്കുക, അഥവാ മുസ്ദലിഫയിൽ രാത്രി വന്ന് കിടന്നുറങ്ങുക എന്നുള്ളതാണ് അവിടുത്തെ സുന്നത്ത്. അവിടെ ചെയ്യാനുള്ള കർമ്മം അതാണ്. അറഫയിൽ വെച്ച് മഗ്രിബിന് മുമ്പായിട്ട് നമ്മൾ പോരുന്നത് കൊണ്ട് തന്നെ, മഗ്രിബിന് മുമ്പല്ല, മഗ്രിബ് കഴിഞ്ഞ ശേഷമാണ് അറഫ വിടുന്നത്. പക്ഷേ മഗ്രിബ് അവിടുന്ന് നമസ്കരിക്കാൻ പാടില്ല. അവിടെ നിന്നല്ല നമ്മൾ മഗ്രിബ് നമസ്കരിക്കേണ്ടത്. പിന്നെ മുസ്ദലിഫയിൽ വന്നതിന് ശേഷം മഗ്രിബും ഇശാവും കൂടെ ജമ്മും ഖസറുമായി കൊണ്ട് നമസ്കരിക്കാൻ വേണ്ടത്. മഗ്രിബും ഇശാവും കൂടെ മുസ്ദലിഫയിൽ വന്നതിന് ശേഷം മുസ്ദലിഫയിൽ വെച്ച് ജമ്മും ഖസറുമായി കൊണ്ട്, എന്ന് വെച്ചാൽ 3 റക്അത്ത് മഗ്രിബും 2 റക്അത്ത് ഇശാവും അവിടെ വെച്ച് നമസ്കരിക്കുക. അത് കഴിഞ്ഞാൽ പിന്നെ അവിടെ കിടന്നുറങ്ങുക, എന്ന് വെച്ചാൽ അവിടെ രാത്രി കഴിച്ചു കൂട്ടുക. ഇതാണ് പിന്നെ മുസ്ദലിഫയിൽ നമുക്ക് ചെയ്യാനുള്ളത്. അതല്ലാത്ത ഏതെങ്കിലും പ്രത്യേകിച്ച് കർമ്മങ്ങളോ മറ്റോ അവിടെ വെച്ച് ചെയ്യാൻ ഇല്ല. അതാണ് മുസ്ദലിഫയിലെ കാര്യം. വേറെ എന്തെങ്കിലും അതുമായി ബന്ധപ്പെട്ട വല്ല സംശയമുണ്ടോ? അവിടെ ജംറയിൽ എറിയാൻ വേണ്ടി കല്ലെടുക്കുന്നത് മുസ്ദലിഫയിൽ വെച്ച് വേണോ എന്നാണ് ചോദിക്കുന്നത്. അങ്ങനെ യാതൊരു പിന്നെ കണക്കും ഇല്ല. എന്ന് വെച്ചാൽ നമ്മൾ പിറ്റേ ദിവസം, അത് അന്നിപ്പോ നമ്മൾ ദുൽഹജ്ജ് 9 രാത്രിയാണ് മുസ്ദലിഫയിൽ ഉള്ളത്. നേരെ വെളുത്താൽ ദുൽഹജ്ജ് 10 അഥവാ പെരുന്നാൾ ദിവസം യൗമുൻ നഹർ എന്ന് പറയുന്ന ആ ദിവസം
ഹാജിമാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒരുപാട് കർമ്മങ്ങൾ ചെയ്യാനുള്ള ദിവസം, അന്നാണ് കല്ലേറിന്റെ ദിവസം. ഏതായാലും ഈ കല്ലെറിയാനുള്ള കല്ലുകൾ മുസ്ദലിഫയിൽ വെച്ച് പെറുക്കിയെടുക്കണം, എന്നിട്ട് അത് കഴുകി ശുദ്ധിയാക്കി സൂക്ഷിക്കണം എന്നൊക്കെയുള്ള ചില ധാരണകൾ ചില ആളുകൾക്കുണ്ട്. എന്നാൽ അതിന് യാതൊരു കഴമ്പുമില്ല, അങ്ങനെ അതിന് ആവശ്യമില്ല. എന്ന് വെച്ചാൽ കല്ല് നമുക്ക് എവിടെ വെച്ചും പെറുക്കാവുന്നതാണ്. മുസ്ദലിഫിൽ പൊറുക്കാൻ പാടില്ല എന്നൊന്നുമില്ല കേട്ടോ, അങ്ങനെ സൗകര്യപ്പെട്ടതും ആവാം. പക്ഷെ അങ്ങനെ വേണം എന്നുള്ള ധാരണ ശരിയല്ല. അതുപോലെ തന്നെ ആ കല്ല് കഴുകി ശുദ്ധിയാക്കി വൃത്തിയാക്കി പിന്നെ കയ്യിൽ വെക്കണം എന്നുള്ളതും അതൊക്കെ തെറ്റായ ധാരണകളും വസുവാസുകളുമാണ്. അതിനൊന്നും യാതൊരു കഴമ്പുമില്ല. അങ്ങനെ നമ്മൾ മുസ്ദലിഫ കഴിഞ്ഞ്, മുസ്ദലിഫയിൽ അന്ന് രാത്രി അവിടെ കിടന്നുറങ്ങി സുബഹി നമസ്കാരത്തിന് നമ്മൾ അവിടെ വെച്ച് തന്നെ നമസ്കരിക്കണം. എന്ന് വെച്ചാൽ പിന്നെ മഷ്അറുൽ ഹറാം എന്ന പേരുള്ള ഒരു പള്ളിയാണ് മുസ്ദലിഫയിലുള്ളത്. പള്ളിയിലെ ജമാഅത്തിൽ പങ്കെടുക്കാൻ സാധിച്ചാൽ ഏറ്റവും നല്ലത്, ഇല്ലെങ്കിൽ നമ്മൾ തനിയെ നമ്മളതായ രൂപത്തിൽ പിന്നെ അവിടെ വെച്ച് നമ്മൾ നമസ്കരിക്കുന്നു. സുബഹി നമസ്കാരം അവിടെ വെച്ച് നിർവഹിക്കുന്നു. സുബഹി നമസ്കാരം കഴിഞ്ഞതിന്റെ ശേഷം സൂര്യൻ പിന്നെ ഉദിക്കാറാവുന്നത് വരെ, ആ മഞ്ഞവർണ്ണം നല്ലോണം ഇങ്ങോട്ടാവുന്നത് വരെ, സൂര്യൻ ഉദിച്ച് പുറത്ത് വരണ്ട, അതുവരെ അവിടെ നിന്ന് പ്രാർത്ഥിക്കുന്നത് ഉത്തമമാണ്, സുന്നത്താണ്. എന്ന് വെച്ചാൽ മഷ്അറുൽ ഹറാം എന്ന സ്ഥലത്ത് വെച്ച് സുബഹി നമസ്കാരത്തിന്റെ ശേഷം സൂര്യൻ ഉദിച്ച് പുറത്തു വരുന്നതിന് തൊട്ട് മുമ്പ് വരെയുള്ള സമയത്ത് പ്രാർത്ഥിക്കുന്നത് ഉത്തമമാണ്. അവിടെ വെച്ച് പ്രാർത്ഥിക്കാൻ പ്രത്യേകമായി പ്രാർത്ഥനകളൊന്നും കൽപ്പിക്കപ്പെട്ടിട്ടില്ല. നമുക്ക് ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും പടച്ചവനോട് ചോദിക്കാം. അത് നമ്മുടെ ഭാഷയിലോ അറബി ഭാഷയിലോ ആയത്തുകളോ ഹദീസുകളോ ഒക്കെ ആയിക്കൊണ്ടുള്ളതാവാം. അതല്ലാതെ പ്രത്യേകിച്ച് ഇന്നത് വേണമെന്ന് പറയപ്പെട്ടിട്ടില്ല. അതാണ് ആ സമയത്ത് നമുക്ക് ചെയ്യാനുള്ളത്. അത് കഴിഞ്ഞാൽ സൂര്യൻ ഉദിച്ചതിന് ശേഷം മുസ്ദലിഫയിൽ നിന്ന് പുറപ്പെടുന്നു. എങ്ങോട്ടാണ് പോകുന്നത്? അത് എവിടേക്ക് വേണമെങ്കിലും ആവാന്ന് വെച്ചാൽ ഒന്നുകിൽ നമുക്ക് മിനയിലേക്ക് പോവാം, അല്ലെങ്കിൽ നമുക്ക് ഹറമിലേക്ക് പോവാം. അത് എന്ത് ചെയ്താലും അതിന് വിരോധമില്ല. പക്ഷെ ഏറ്റവും ഉത്തമമായ റൂട്ട് അല്ലെങ്കിൽ ഉത്തമമായ കർമ്മം എന്ന് പറയുന്നത് നേരെ നമ്മൾ മിനയിലേക്ക് പോകുന്നു, ജംറയിൽ ചെല്ലുന്നു, കല്ലെറിയുന്നു. അന്ന് ജംറത്തുൽ അഖബ എന്ന് പറയുന്ന വലിയ ജംറയിൽ മാത്രമാണ് എറിയാനുള്ളത്. അവിടെ ജംറത്തുൽ അഖബ എന്ന് പറയുന്ന ഏറ്റവും വലിയ ജംറ, അല്ലെങ്കിൽ ജംറത്തുൽ കുബ്ര എന്നായിരുന്നു മറ്റൊരു പേര്. ആ ജംറത്തുൽ കുബ്രയിൽ ചെന്നുകൊണ്ട് കല്ലെറിയുന്നു. അതാണ് ആദ്യം ചെയ്യുന്ന കർമ്മം. അതിന് ആയിക്കോണമെന്നില്ല എന്നുള്ളതാണ് നേരത്തെ ഞാൻ സൂചിപ്പിച്ചത്. അന്നത്തെ ദിവസം എന്ന് വെച്ചാൽ ഇപ്പം പിന്നെ ദുൽഹജ്ജ് 10 രാവിലെയാണ് നമ്മൾ മുസ്ദലിഫയിൽ നിന്ന് ഈ പുറപ്പെട്ടു പോയിട്ടുള്ളത്, മിനായിലേക്ക് പോകുന്നത്. അപ്പോൾ അഥവാ നമ്മുടെ പെരുന്നാൾ ദിവസം, അന്നാണ് യൗമുൻ നഹർ എന്ന് പറയുന്ന ദിവസം. അപ്പോൾ ആ ദിവസത്തിൽ ആ സമയത്ത് നമ്മൾ മിനായിലേക്ക് പോകുന്നു. അവിടെ ചെന്നിട്ട് നമ്മൾക്ക് കല്ലെറിയാനുണ്ട്, അന്നത്തെ ദിവസം ബലി കൊടുക്കാനുണ്ട്, അന്ന് മുടി മുറിക്കാനുണ്ട്, ഹറമിൽ ചെന്നുകൊണ്ട് തവാഫും സഅയും ചെയ്യാനുണ്ട്. ഈ കർമ്മങ്ങളൊക്കെ അന്ന് ചെയ്യാനുള്ളതാണ്. അപ്പോൾ പിന്നെ ജംറത്തുൽ അഖബയിൽ എറിയാം, അതുപോലെ തന്നെ മുടി മുറിക്കാം, അതുപോലെ പിന്നെ ബലി കൊടുക്കാം, അതുപോലെ തന്നെ തവാഫും സഅയും ചെയ്യാം. അന്നത്തെ ഈ 5 കർമ്മങ്ങളിൽ ഏത് വേണമെങ്കിലും നമുക്ക് നമ്മുടെ സൗകര്യം അനുസരിച്ച് ചെയ്യാം. അതിന് ഓർഡർ ഇല്ല. നമുക്ക് ആദ്യം മുടി മുറിക്കാം, വിരോധമില്ല. ആദ്യം കല്ലെറിയാം, വിരോധമില്ല. നേരെ ഹറമിലേക്ക് പോയി ആദ്യം തവാഫ് ചെയ്യാം, സഅയ് ചെയ്യാം, വിരോധമില്ല. ആദ്യം ബലി കൊടുക്കാം, വിരോധമില്ല. ഏതാണോ നമുക്ക് സൗകര്യപ്പെട്ടത് അതാവാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അന്നത്തെ ദിവസം സഹാബിമാർ വന്നുകൊണ്ട് പലരും പറഞ്ഞു, നബിയെ ഞാൻ മുടി മുറിക്കുന്നതിന് മുമ്പ് കല്ലെറിഞ്ഞു, നബിയെ ഞാൻ കല്ലെറിയുന്നതിന് മുമ്പ് ബലി കൊടുത്തു, നബിയെ ഞാൻ ബലി കൊടുക്കുന്നതിന് മുമ്പ് പിന്നെ തവാഫ് ചെയ്തു എന്ന് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്നത്തെ എല്ലാ ചോദ്യങ്ങൾക്കും നബി പറഞ്ഞത് ഇഫ്അൽ ലാ ഹറജ്, ഇഫ്അൽ ലാ ഹറജ്, ചെയ്തോളൂ വിരോധമില്ല, ചെയ്തോളൂ വിരോധമില്ല എന്നാണ്. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു പ്രത്യേകമായ ഓർഡർ നിർബന്ധമില്ല. പക്ഷെ ഏറ്റവും നല്ലത് ആദ്യം ചെന്നുകൊണ്ട് ജംറത്തുൽ അഖബയിൽ എറിയലും, അതിനുശേഷം നമ്മൾ ബലി കൊടുക്കലും, അതിനുശേഷം പിന്നെ തവാഫും സഅയും ചെയ്യലും, അതിനുശേഷം മുടി മുറിക്കലുമാണ്. മുടി മുറിക്കുക അല്ലെങ്കിൽ മുടി വടിക്കുക, ഇതാണ് ചെയ്യാനുള്ളത്. ഈ 5 കർമ്മങ്ങൾ അഥവാ തവാഫും സഅയും അടക്കം 5 കർമ്മങ്ങൾ അതാണ് നമുക്ക് ചെയ്യാനുള്ളത്. ഇതിൽ പിന്നെ ഈ 4 കർമ്മങ്ങളിൽ 3 ചെയ്താൽ നമുക്ക് നമ്മുടെ ഡ്രസ്സ് മാറ്റാവുന്നതാണ്. എന്ന് വെച്ചാൽ എഹ്റാമിന്റെ ഡ്രസ്സ് മാറ്റി സാധാ ഡ്രസ്സിലേക്ക് മാറാം. അതിന് അത്തഹല്ലുലുൽ അവ്വൽ എന്ന് പറയും. ആദ്യത്തെ വിരാമം, ആദ്യത്തെ തഹല്ലുൽ എന്ന് പറയും. എന്ന് വെച്ചാൽ നമ്മൾ മിനയിൽ ചെന്ന ഉടനെ നമ്മൾ ജംറത്തുൽ അഖബയിൽ എറിഞ്ഞു. അപ്പോൾ തന്നെ നമുക്ക് താഴെ വന്നപ്പോൾ, അല്ലെങ്കിൽ അവിടുന്ന് പാലത്തിന് ഉടനെ ഇറങ്ങിയപ്പോൾ അവിടെ ബാർബറെ കണ്ടു, നമ്മൾ അവിടുന്ന് മുടി മുറിച്ചു. ഉടനെ തന്നെ നമ്മൾ
പിന്നെ നമ്മുടെ കമ്പനി ആരാണോ അതിൻ്റെ ഉത്തരവാദപ്പെട്ട ആളുകൾ അവർ ബലി കൊടുക്കാനുള്ള പൈസ നമ്മൾ പിന്നെ അടച്ച് അത് ഏൽപ്പിച്ചു കഴിഞ്ഞു. അപ്പം എന്തായി 3 കർമ്മങ്ങൾ അതോടെ കഴിഞ്ഞു. നമുക്ക് നേരെ നമ്മുടെ ടെൻറ്റിൽ പോകാം, കുളിച്ച് നമ്മുടെ ഡ്രസ്സ് മാറ്റി പിന്നെ സാധാ ഡ്രസ്സിൽ നമുക്ക് ഹറമിലേക്ക് പോയി പിന്നെ തവാഫും സഅയും ചെയ്യാം, വിരോധമില്ല. അപ്പോൾ ഈ 4 കർമ്മങ്ങളിൽ ഏതെങ്കിലും 3 ചെയ്താൽ, ഇവിടെ 4 എന്ന് പറയുന്നത് തവാഫും സഅയും കൂടെ ഒന്നായിട്ട് എണ്ണുമ്പോഴാണ്. 5 എന്ന് പറയുന്നത് തവാഫ് വരെയും സഅയ് വരെയും പറയുമ്പോഴാണ്. ഏതായാലും ഈ 4 കർമ്മങ്ങൾ 4 എന്നുള്ളതാണ് പറയപ്പെടാറുള്ളത്. തവാഫും സഅയും ഒന്നായിട്ടാണ് എണ്ണാറുള്ളത്. 4 കർമ്മങ്ങളിൽ 3 ചെയ്താൽ ഈ രൂപത്തിൽ ഡ്രസ്സ് മാറ്റിക്കൊണ്ട് നമുക്ക് പിന്നെ പോകാവുന്നതാണ്. അതിനുശേഷം പിന്നീട് എന്താണ്, നമുക്ക് സാധാ ഡ്രസ്സിലായിക്കൊണ്ട് ഹറമിൽ പോവുകയും അവിടെ വെച്ച് തവാഫും സഅയും ചെയ്യാവുന്നതാണ്. അപ്പോൾ അന്നത്തെ ദിവസം ദുൽഹജ്ജ് 10 പെരുന്നാൾ ദിവസം യൗമുൻ നഹറിൽ ചെയ്യാനുള്ള കർമ്മങ്ങൾ ഇതാണ്. 1, നമ്മൾ ചെന്നു ജംറത്തുൽ അഖബ എന്ന് പറയുന്ന ഒരു ജംറയിൽ മാത്രം 3 ജംറകളാണ് ഉള്ളത്. ജംറത്തുൽ അഖബ, ജംറത്തുൽ വുസ്ത, ജംറത്തുൽ സുഗ്റ. ഈ 3 ജംറകളിൽ 1 മാത്രമാണ് അന്ന് എറിയാനുള്ളത്. ജംറത്തുൽ അഖബ എന്ന് പറയുന്ന ജംറയിൽ മാത്രം. നമ്മളിങ്ങനെ പിന്നെ അറഫിൽ നിന്ന് ഇങ്ങനെ മിനയിലൂടെ ഇങ്ങനെ വരുമ്പോൾ ഏറ്റവും അവസാനത്തെ ജംറയാണ് ജംറത്തുൽ അഖബ. അത് മക്കയോട് അടുത്ത് നിൽക്കുന്ന ജംറയാണ്. അതിൽ മാത്രമാണ് എറിയേണ്ടത്. നമ്മളന്ന് ചെല്ലുമ്പോൾ അന്ന് അത്രയും സൗകര്യം ഉണ്ടാവുള്ളൂ, ബാക്കിയുള്ളതൊക്കെ അവിടെ ക്ലോസ് ചെയ്തിട്ടുണ്ടാവും. എന്നുവെച്ചാൽ അവിടെ സൗകര്യം ഉണ്ടാവില്ല നമുക്ക്. അതാണ് അതിൻ്റെ അവിടെ പിന്നെ എന്താ സെക്യൂരിറ്റി നേരത്തെ തന്നെ ബ്ലോക്ക് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ നേരെ നമുക്ക് അവിടെ പോകാൻ കഴിയുള്ളൂ എന്നർത്ഥം. അവിടെ ചെന്ന് നമ്മൾ എറിയുന്നു. 7 കല്ലുകളാണ് ജംറയിൽ എറിയേണ്ടത്. നമുക്കറിയാവുന്നതുപോലെ തന്നെ എറിയാനുള്ള കല്ലുകൾ നമ്മൾ പെറുക്കിയെടുക്കുന്നത് ശ്രദ്ധിക്കേണ്ടതാണ്. വളരെ ചെറിയ കല്ലുകൾ മാത്രമേ അനുവദിക്കപ്പെട്ടിട്ടുള്ളൂ. എന്ന് വെച്ചാൽ കടലമണി പോലെയുള്ള ചെറിയ കല്ലുകൾ. ചില ആളുകൾ വലിയ കല്ലുകൾ എടുത്തപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെ വിശേഷിപ്പിച്ചത് മതത്തിൽ അതിര് കവിയുന്ന ആളുകൾ എന്ന് പറഞ്ഞുകൊണ്ടാണ്. എന്ന് വെച്ചാൽ ഇന്നമാ അഹ്ലകമൻ കാന ഖബ്ലക്കും, പിന്നെ നിങ്ങൾക്ക് മുമ്പുള്ള ആളുകളെ നശിപ്പിച്ച് കളഞ്ഞത് അവരുടെ അൽ ഖുലൂവു ഫിദ്ദീൻ, മതത്തിൽ അതിര് കവിയലാണ് എന്ന് പറഞ്ഞുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആക്ഷേപിക്കേണ്ടായി. എന്നിട്ട് അദ്ദേഹം കാണിച്ചു കൊടുത്തു മിഥ്ലഹാദ എന്ന് പറഞ്ഞുകൊണ്ട് കടലമണി പോലെയുള്ള ചെറിയ കല്ലുകൾ കാണിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു ഇതുപോലെയുള്ള കല്ലുകളാണ് എറിയാൻ എടുക്കേണ്ടത് എന്ന്. അപ്പോൾ ആ രീതിയിലുള്ള കല്ലുകളാണ് എറിയാൻ വേണ്ടി ഉപയോഗിക്കേണ്ടത്. വലിയ കല്ലുകൾ ഉപയോഗിക്കാൻ പാടില്ല. മറ്റു പല ആളുകൾ പല രൂപത്തിലൊക്കെ ചെയ്യുന്നത് കാണാം. ചിലർ ചെരുപ്പെടുത്തെറിയുന്നത് കാണാം. അതുപോലെ തന്നെ മറ്റു പലതൊക്കെ ചെയ്യുന്നത് കാണാം. അതൊക്കെ അന്ധവിശ്വാസങ്ങളും അതല്ലെങ്കിൽ പിന്നെ തെറ്റിദ്ധാരണകളും ഒക്കെയാണ് അതിന് പിന്നിലുള്ള കാരണം, പ്രചോദനം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. എന്നിട്ട് ഈ ഏറ് കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് ചെയ്യാനുള്ളത് നേരത്തെ പറഞ്ഞതുപോലെ മുടി മുറിക്കുകയോ ബലി കൊടുക്കുകയോ ചെയ്യാം. അതിനുശേഷം ഡ്രസ്സ് മാറി അതിന് ശേഷമായിക്കൊണ്ട് നമുക്ക് തവാഫ് ചെയ്യാൻ പോകാം. 7 തവാഫ് ചെയ്യുന്നു, 7 സഅയും ചെയ്യുന്നു. ഈ തവാഫിന്റെ പേര് തവാഫുൽ ഇഫാദ എന്നാണ്. തവാഫുൽ ഇഫാദ അല്ലെങ്കിൽ തവാഫുൽ ഹജ്ജ് എന്ന് പറയും. തവാഫുൽ ഹജ്ജ് അല്ലെങ്കിൽ തവാഫുൽ ഇഫാദ എന്ന് പറയുന്നത് നിർബന്ധമായ ഹജ്ജിന്റെ റുക്നുകളിൽപ്പെട്ട ഒന്നാണ്. ഇവിടെ നേരത്തെ സൂചിപ്പിച്ച കാര്യം. അതില്ലാതെ ഹജ്ജ് സാധ്യമല്ല, അല്ലെങ്കിൽ അതില്ലാതെ ഹജ്ജ് ലഭിക്കുകയില്ല. അപ്പോൾ തവാഫുൽ ഇഫാദയും അതുപോലെ തന്നെ സഅയുൽ ഹജ്ജ്, ഹജ്ജിന്റെ സഅയും അതിന്റെ കൂടെ നിർവഹിക്കുന്നു. ഈ കർമ്മങ്ങൾ നിർവഹിച്ചാൽ അന്നത്തെ ദിവസത്തെ നമ്മുടെ കർമ്മങ്ങൾ കഴിഞ്ഞു. പിന്നെ നമ്മൾ നമ്മുടെ ടെന്റിൽ തിരിച്ചെത്തുന്നു. കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ തന്നെ 5 വഖ്ത് നമസ്കാരവും അവിടെ വെച്ച് നമ്മൾ പിന്നെ ഖസുറാക്കിക്കൊണ്ട് നമസ്കരിക്കുന്നു. 4 റക്അത്തുള്ള നമസ്കാരങ്ങളെ ഖസുറാക്കിക്കൊണ്ട് 5 വഖ്ത് നമസ്കാരങ്ങൾ മദാദിന്റെ സമയത്ത് നിർവഹിക്കുന്നു. 2 ജംഅ് ചെയ്യാതെ നിർവഹിക്കുന്നു. അത് ടെന്റിൽ വെച്ച് അങ്ങനെയാണ് നിർവഹിക്കേണ്ടത്. മിനായിൽ മാത്രമാണ് ഈ രീതിയിൽ ഖസുറാക്കൽ മാത്രമുള്ളത്, ജംഅ് ഇല്ലാത്തത്. അതേസമയം അറഫയിലും മുസ്ദലിഫയിലും ജംഉം ഖസുറുമാണ് നിർവഹിക്കാനുള്ളത്. എന്നിട്ട് അത് കഴിഞ്ഞാൽ, അതായത് നമ്മൾ പിന്നെ ദുൽഹജ്ജ് 10 അന്നത്തെ കർമ്മങ്ങൾ കഴിഞ്ഞു. അന്ന് രാത്രി നമ്മൾ മിനയിൽ താമസിക്കുന്നു. പിന്നെ നമ്മുടെ മുമ്പിലുള്ളത് ദുൽഹജ്ജ് 11, 12, 13 ഈ ദിവസങ്ങളുടെ പേര് അയ്യാമു തശ്രീഖ് എന്നാണ്. അയ്യാമു തശ്രീഖ്. ഈ 3 ദിവസങ്ങളിലും മിനായിൽ നമ്മുടെ ടെന്റുകളിൽ തന്നെ താമസിക്കുക എന്നുള്ളത് സുന്നത്തിൽപ്പെട്ടതാണ്. അത് ഹജ്ജിന്റെ പൂർണ്ണതയുടെ ഭാഗമാണ്. ആ രീതിയിൽ അവിടെ അവശേഷിക്കേണ്ടതാണ്. രാവും പകലും അവിടെ കഴിയുക. ഈ 3 ദിവസങ്ങളിലും നമുക്ക് ചെയ്യാനുള്ളത് നമ്മുടെ നമസ്കാരങ്ങൾ 4 വക്തുള്ള നമസ്കാരങ്ങളെ 2 റക്അത്താക്കി ഖസുറാക്കിക്കൊണ്ട് ഓരോ വക്ത് നമസ്കാരവും അതാതിന്റെ സമയങ്ങളിൽ നിർവഹിച്ചുകൊണ്ട് അവിടെ കഴിയുക എന്നുള്ളതാണ്. അവിടെ ഖസുർ നമസ്കാരം അല്ലാത്തതൊന്നും പ്രത്യേകമായി കൽപ്പിക്കപ്പെട്ട ഒരു ഇബാദത്തും
അവിടെ ഇല്ല. പിന്നെ നമ്മൾ സാധാരണ നമുക്ക് ചെയ്യാനുള്ളത് പോലെ തന്നെ നമ്മൾ ഖുർആൻ പാരായണം, പ്രാർത്ഥന, അതുപോലെ മറ്റുള്ള കർമ്മങ്ങൾ, പുണ്യകർമ്മങ്ങളൊക്കെ ചെയ്യാം എന്നല്ലാതെ മിനായിൽ അയ്യാമു തശ്രീഖിന്റെ ദിവസങ്ങളിൽ ചെയ്യാൻ വേണ്ടി കൽപ്പിക്കപ്പെട്ട പ്രത്യേക ഇബാദത്തുകളൊന്നും അവിടെ ഇല്ല എന്നുള്ളതാണ് സൂചിപ്പിച്ചതിന്റെ ഉദ്ദേശം. അങ്ങനെ നമ്മൾ ദുൽഹജ്ജ് 11, 12, 13 ഇല്ല, ഹറമിൽ കസറില്ല. ഹറമിൽ നമ്മൾ ചെല്ലുമ്പോൾ അവിടുത്തെ ജമാഅത്തിൽ പങ്കെടുത്തുകൊണ്ടാണല്ലോ നമ്മൾ നമസ്കരിക്കുന്നത്. സാധാരണ നിൽക്കാതെ ഉണ്ടാവുക, അത് പൂർണ്ണമായിട്ടാണ് നമസ്കരിക്കേണ്ടത്. അത് മാത്രമല്ല, മിനയിൽ നിന്ന് പുറത്ത് കടന്നാൽ എവിടെ വെച്ചും പിന്നെ കസറില്ല. വെച്ചാൽ ഈ പറഞ്ഞത് മിനയിൽ മാത്രമാണ് ബാധകമായിട്ടുള്ളത്. അറഫയിലും മുസ്ദലിഫയിലും അടക്കം ഹറമിൽ വെച്ച് പൂർണ്ണമായിട്ടുള്ള നമസ്കാരമാണ് ചെയ്യേണ്ടത് കേട്ടോ. ഓക്കെ, ദുൽഹജ്ജ് 10 അന്ന് നമ്മൾക്ക് ചെയ്യാനുള്ള കർമ്മങ്ങളിൽ പെട്ടതാണ് തവാഫും സഅയും അഥവാ തവാഫുൽ ഇഫാദ എന്ന് പറഞ്ഞല്ലോ. അത് ദുൽഹജ്ജ് 10 തന്നെ ചെയ്തോളണം എന്ന് നിർബന്ധമില്ല. അന്ന് ചെയ്യുന്നതാണ് ഉത്തമം. പക്ഷെ അന്ന് ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ അത് 11-നാവാം, 12-നാവാം, 13-നാവാം, എപ്പോഴാണെങ്കിലും കുഴപ്പമില്ല. തവാഫും സഅയും അത് അന്നത്തെ ദിവസത്തെ ആ കർമ്മത്തിൽ പെട്ടതാണ്. പക്ഷെ അത് മറ്റുള്ള വരുന്ന 3 ദിവസങ്ങളിൽ ചെയ്യുന്നതിന് വിരോധമില്ല. അതെ, എപ്പോഴാണ് ഏത് ദിവസമാണോ സാധിക്കുന്നത് ആ രൂപത്തിലുള്ള എന്ന് വെച്ചാൽ അത് പുരുഷന്മാരാവട്ടെ സ്ത്രീകളാവട്ടെ അവർക്ക് തവാഫുൽ ഇഫാദയും സഅയും ദുൽഹജ്ജ് 10 നിർവഹിക്കാം, 11, 12, 13 എന്ന ദിവസങ്ങളിൽ നിർവഹിക്കാം. ബലി കൊടുക്കുന്നതും അതുപോലെ തന്നെ. ബലി കൊടുക്കുന്നതും നമുക്ക് ദുൽഹജ്ജ് 10 കൊടുക്കാം, 11 കൊടുക്കാം, 12 കൊടുക്കാം, 13 കൊടുക്കാം. നമ്മൾ ഉദ്ഹിയ ഇറക്കുമ്പോൾ സാധാരണ നമുക്കറിയാലോ ഈ 4 ദിവസങ്ങളിലും ആവാലോ. അതേപോലെ തന്നെയാണ് അതിന്റെ കാര്യം. അത് നമ്മുടെ സൗകര്യം അനുസരിച്ച് ചെയ്യാവുന്നതാണ്, വിരോധമൊന്നുമില്ല. പക്ഷേ ജംറകളിലെ ഏറ് അത് അന്നത്തേത് മാറ്റിയിട്ട് മറ്റൊരു ദിവസം എന്നുള്ളത് പറ്റൂല. അത് മാത്രമാണ് അവിടെ പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത്. അതെ, അപ്പം പിന്നെ ഇപ്പൊ നേരത്തെ നമ്മൾ പറഞ്ഞു തഹല്ലുലുൽ അവ്വൽ, പിന്നെ ആദ്യ വിരാമം ആവണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ 4 കർമ്മങ്ങളിൽ 3 ചെയ്തിരിക്കണം. അപ്പൊ ബാക്കി 3 ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ പിന്നെ ഡ്രസ്സ് മാറ്റിക്കൊണ്ട് തഹല്ലുൽ അവ്വൽ ആയിക്കൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ വിരോധമില്ല. ഏതായാലും പറഞ്ഞതിന് ചുരുക്കം അതാണ്. നമുക്ക് തവാഫ് ഒരു ആവശ്യമാണെങ്കിൽ നീട്ടി വെക്കുന്നതിന്റെ അടുത്ത ദിവസത്തിലേക്ക് മാറ്റി വെക്കുന്നതിന് വിരോധമൊന്നുമില്ല. ബലിയും അതുപോലെ തന്നെ. അപ്പോ പിന്നെ ഇത് ദുൽഹജ്ജ് 10 കർമ്മങ്ങളിൽ പെട്ടതാണെന്ന് പറഞ്ഞല്ലോ. അതാണ് എന്റെ ഏറ്റവും ശരിയായ രൂപം, അല്ലെങ്കിൽ ഏറ്റവും ഉത്തമമായ രൂപം. എന്താ മനസ്സിലായില്ല? ഓക്കെ, അറഫ ദിവസത്തെ നോമ്പിനെ കുറിച്ചാണ് ചോദിച്ചത്. അറഫ ദിവസത്തെ നോമ്പ് ഹാജിമാർക്ക് സുന്നത്തല്ല. സുന്നത്തല്ല എന്ന് മാത്രമല്ല, അവർ നോമ്പ് നോൽക്കാൻ പാടില്ല. ഹാജിമാരല്ലാത്തവർക്കാണ് അറഫ നോമ്പ് സുന്നത്താക്കപ്പെട്ടിട്ടുള്ളത്. അത് പിന്നെ ഇപ്പൊ നമുക്കറിയാവുന്ന കാര്യമുണ്ടല്ലോ, ഹാജിമാരല്ലാത്തൊരു കൂട്ടത്തിലുണ്ടല്ലോ. അറഫ നോമ്പിനെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ പിന്നെ അതിന്റെ പ്രാധാന്യം, അതിന്റെ പോരിശ നമുക്കറിയാം. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുഇല അൻ സൗമി യൗമി അറഫ, അറഫ ദിവസത്തെ നോമ്പിനെ കുറിച്ച് ചോദിക്കപ്പെട്ടപ്പോൾ അദ്ദേഹം പറഞ്ഞത് യുകഫിറു സനത്തൽ മാദിയ വൽ ബാഖിയ, കഴിഞ്ഞു പോയ ഒരു വർഷത്തെയും വരാനിരിക്കുന്ന ഒരു വർഷത്തെയും പാപങ്ങൾ അത് മുഖേന പൊറുക്കപ്പെടും എന്നാണ്. അഹ്തസിബു അലല്ലാഹി അൻ യുകഫിറ സനത്തല്ലത്തി ഖബ്ലഹു വല്ലത്തി ബഅദഹു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോ അത്രയും പ്രാധാന്യമുള്ള നോമ്പാണെങ്കിലും ഹാജിമാരെ സംബന്ധിച്ചിടത്തോളം അറഫ നോമ്പ് അവർക്ക് സുന്നത്തല്ല. അവരെ നോമ്പ് നോക്കാൻ പാടില്ല. മാത്രമല്ല അവർക്ക് അന്നത്തെ ദിവസം നോമ്പ് നോറ്റ് ക്ഷീണിക്കല്ല അവർ വേണ്ടത്, ഉഷാറോടുകൂടി പ്രാർത്ഥിക്കുകയാണ് വേണ്ടത്. അതുകൊണ്ട് അവർക്ക് അറഫ നോമ്പ് സുന്നത്താക്കപ്പെട്ടിട്ടില്ല. ശരി, പിന്നെന്താണ് പറഞ്ഞത്? പിന്നെ സ്ത്രീകൾ മുഖം മറക്കുന്നതിനെ കുറിച്ച് മാത്രമേ അവിടെ വിരോധിക്കപ്പെട്ടിട്ടുള്ളൂ. ഇഹ്റാമിലുള്ള സ്ത്രീകൾ മുഖം മറക്കാൻ പാടില്ല എന്നുള്ളൂ. അതേസമയം ഹുഫ എന്താ പറയുക, പിന്നെ കൈയുറ ധരിക്കുന്നതോ ഹുഫ ധരിക്കുന്നതോ അഥവാ കാലുറ ധരിക്കുന്നതോ ഒന്നും വിരോധിക്കപ്പെട്ടല്ല. അത് മാത്രമല്ലാതെ അവർ അത് ധരിച്ചിരിക്കണം. കാല് മറച്ചിരിക്കണം, കൈ മറച്ചിരിക്കണം. അത് പക്ഷെ മുഖവും മുൻകൈയും പിന്നെ കുഴപ്പമില്ല കേട്ടോ. കയ്യേറി പെട്ടല്ല, കാല് മാത്രമല്ല നിർബന്ധമായിട്ട് മറക്കേണ്ട മാതിരി. കാൽപാദങ്ങൾ അവർ മറച്ചിരിക്കണം. കൈ ഒപ്പണാക്കുന്നതിന് വിരോധമില്ല, മറക്കുന്നതിനും വിരോധമില്ല.
തടയപ്പെട്ടിരുന്നത് അല്ലെങ്കിൽ വിരോധിക്കപ്പെട്ടത് ഏതാണ്? മുഖം മറക്കുന്നത് മാത്രമാണ്. അതും അത്യാവശ്യമുണ്ടെങ്കിൽ ആ സമയത്ത് മറക്കാമെന്ന് സഹാബി വനിതകളുടെ പ്രവർത്തനത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനും സാധിക്കും. ഓക്കെ, പിന്നെ അതിൽ വേറൊന്നും സംശയമില്ലല്ലോ. ഏതായാലും അന്നത്തെ ദിവസം അഥവാ ദുൽഹജ്ജ് 10 ദിവസം അന്നത്തെ കർമ്മങ്ങൾ കഴിഞ്ഞു. പിന്നെ ദുൽഹജ്ജ് 11 നമുക്ക് ചെയ്യാനുള്ളത് പിന്നെ ജംറകളിലെ ഏറ്, അതാണ് പ്രത്യേകമായി കൊണ്ട് ചെയ്യാനുള്ള കർമ്മങ്ങൾ. 11, 12, 13 ദിവസങ്ങളിൽ നമ്മൾ മിനായിലെ ടെന്റിൽ രാവും പകലും അവിടെ കഴിയുന്നു. അതിൽ പ്രത്യേകമായിട്ട് ചെയ്യാൻ കൽപ്പിക്കപ്പെട്ട ആരാധന ഇത് മാത്രമാണ്. ഇത് 3 ജംറകളിലും എറിയുക എന്നുള്ളത്. ആദ്യം ജംറത്തു സുഹറയിൽ അഥവാ ചെറിയ ജംറയിൽ 7 കല്ലുകൾ എറിയുന്നു. പിന്നെ ജംറത്തുൽ വുസ്തയിൽ 7 കല്ലുകൾ എറിയുന്നു. ജംറത്തുൽ കുബ്രയിൽ 7 കല്ലുകൾ എറിയുന്നു. ഈ 3 ദിവസത്തിലും 3 ജംറകളിലും ഏറുണ്ട്. അത് മാത്രമാണ് പ്രത്യേകമായി കൽപ്പിക്കപ്പെട്ട ആരാധന. പിന്നെ ബാക്കിയുള്ള സമയങ്ങൾ നമ്മൾ മിനായിലെ ടെന്റിൽ കഴിഞ്ഞുകൊണ്ട് നമ്മൾ പിന്നെ നമ്മുടേതായ ദിക്റുകളും ദുആകളും ഖുർആൻ പാരായണമൊക്കെയുമായിക്കൊണ്ട് കഴിയാന്നുള്ളതാണ്. പിന്നെ 5 നേരത്തെ നമസ്കാരങ്ങൾ ഖസ്റാക്കിക്കൊണ്ട് അതാത് വക്തുകളിൽ നമസ്കരിക്കുന്നു എന്നുള്ളത് മാത്രമാണ് അവിടെ ചെയ്യാനുള്ളത്. അത് അല്ലാത്തതൊന്നും ശർഅാക്കപ്പെട്ടതല്ല. പുണ്യകർമ്മങ്ങൾ ധാരാളമായി കൊണ്ട് ചെയ്യുക, അതാണ് ചെയ്യാനുള്ളത്. അപ്പോൾ 7 പ്രാവശ്യം ഓരോ ജംറയിലും 7 കല്ലുകൾ, ഓരോ ജംറയിലും 7 കല്ലുകൾ വീതമാണ് എറിയാനുള്ളത്. 3 ദിവസം കല്ലെറിയും. അതായത് 11, 12, 13 ഈ 3 ദിവസം. അതിന് നിശ്ചയിക്കപ്പെട്ട സമയം, അതായത് ആദ്യത്തെ ദിവസം, അതായത് ദുൽഹജ്ജ് 10 നമ്മൾ രാവിലെ സുബഹി നമസ്കാരം കഴിഞ്ഞ പാടെ നമ്മൾ പോയി അപ്പം തന്നെയാണ് എറിയുന്നത്. അന്നത്തെ ദിവസം ജംറത്തുൽ അഖബയിൽ ഏറ്. എന്നാൽ പിറ്റേന്ന് മുതൽ അഥവാ 11, 12, 13 ദിവസങ്ങളിൽ ഏറ് തുടങ്ങേണ്ടത് ളുഹറിന്റെ ശേഷമാണ്. ളുഹർ എന്ന് പറഞ്ഞാൽ സൂര്യൻ മധ്യത്തിൽ നിന്ന് തെറ്റിയ ശേഷം, ളുഹർക്ക് പങ്കെടുക്കുന്നത് അപ്പോഴാണല്ലോ. ആ സമയം മുതലാണ് അവരുടെ ഏറിന്റെ ടൈം. മഗ്‌രിബ് വരെയാണ് ഏറിന്റെ സമയം. അതെ, പിന്നെ ഇതില് ദുൽഹജ്ജ് 10 ഏറും 11 ഏറും 12 ഏറും കഴിഞ്ഞാൽ അതോടെ ഹജ്ജ് നിർത്തിക്കൊണ്ട് പോരാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അഥവാ തഅജ്ജുൽ എന്ന് പറയുന്നത്, അങ്ങനെ പോരാൻ ഉദ്ദേശിക്കുന്നവർക്ക് അത് അനുവാദമുണ്ട്, വിരോധമില്ല. 13 അന്ന് നിൽക്കണമെന്ന് നിർബന്ധമില്ല എന്നർത്ഥം. വമൻ തഅജ്ജല ഫീ യൗമൈനി ഫലാ ഇസ്മ അലൈഹി വമൻ തഅഖറ ഫഇന്നല്ലാഹ, അതാണ് ആ വിഷയത്തിൽ വിശുദ്ധ ഖുർആൻ പറഞ്ഞത്. വമൻ തഅജ്ജല ഫീ യൗമൈനി, 2 ദിവസം കൊണ്ട് തഅജ്ജുലായിക്കൊണ്ട് ധൃതി കൂട്ടിക്കൊണ്ട് പോരാൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് ഫലാ ഇസ്മ അലൈഹി, അതുകൊണ്ട് കുറ്റമില്ല, അവരങ്ങനെ ചെയ്യാം. അപ്പോ ദുൽഹജ്ജ് 10, 11, 12 ഏറ് കഴിഞ്ഞാൽ, ദുൽഹജ്ജ് 12 അന്ന് ഏറ് കഴിഞ്ഞാൽ ഹജ്ജ് നിർത്തിക്കൊണ്ട് പോരാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് പോരാവുന്നതാണ്. എന്നാൽ അതിന്റെ പരിപൂർണതയും കൂടുതൽ പുണ്യവും ആഗ്രഹിക്കുന്നവർക്ക് 13 അന്നത്തെ ഏറും കൂടെ കഴിഞ്ഞിട്ട് പോരാണ് അതിന്റെ പൂർണ്ണമായ രൂപം എന്നാണ് പറഞ്ഞത്. അങ്ങനെ പോരാൻ ഉദ്ദേശിക്കുന്ന ആളുകൾ അഥവാ ദുൽഹജ്ജ് 12 അന്ന് പോരാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ മഗ്‌രിബിന് മുമ്പായിട്ട് അവർ മിന വിടണം. അങ്ങനെ ഒരു നിബന്ധന കൂടി ആ വിഷയത്തിലുണ്ട്. ദുൽഹജ്ജ് 12 ഏറ് കഴിഞ്ഞ് നിർത്തി പോരാൻ ഉദ്ദേശിക്കുന്ന ആളുകൾ അന്ന് മഗ്‌രിബ് സൂര്യാസ്തമയത്തിന് മുമ്പായിട്ട് അവർ മിന വിട്ടിരിക്കണം എന്നാണ്. അഹദുക്കും ഹത്താ യകൂന ആഖിറു അഹദിഹി ബിൽ ബൈത്ത്, ഒരാളും തന്നെ ഇവിടെ നിന്ന് പിരിഞ്ഞു പോകരുത്. തൻ്റെ അവസാനത്തെ കർമ്മം അല്ലെങ്കിൽ അഖദ് അത് പിന്നെ കഅബയുമായിട്ടായി അല്ലാതെ, എന്ന് വെച്ചാൽ കഅബയുമായി കരാർ ചെയ്തുകൊണ്ടേ പോരാൻ പാടുള്ളൂ. അതാണ് തവാഫുൽ വിദാ എന്ന് പറയുന്നത്. അങ്ങനെ തവാഫുൽ വിദാ ചെയ്തുകൊണ്ടാണ് പോരേണ്ടത്. അത് എന്നാണോ നമ്മൾ മക്ക വിടാൻ ഉദ്ദേശിക്കുന്നത് അന്ന് ചെയ്താൽ മതി. അത് പിന്നെ അതല്ലാതെ ഹജ്ജിന്റെ ദിവസങ്ങൾ കഴിയുന്നതിന് മുമ്പാവണം എന്നില്ല. ദുൽഹജ്ജ് 11, 12, 13 കഴിഞ്ഞ് പിന്നെ നമ്മൾ ദുൽഹജ്ജും കഴിഞ്ഞ് മുഹറത്തിലാണ് പോരുന്നതെങ്കിൽ പോലും ആ പുറപ്പെടുന്നതിന്റെ അത് പിന്നെ റിയാദിലേക്ക് ഇങ്ങോട്ട് പോരുകയാണെങ്കിലും നാട്ടിലേക്ക് അങ്ങോട്ട് പോവുകയാണെങ്കിലും ശരി, എങ്ങോട്ടാണെങ്കിലും ശരി, മക്ക വിട്ട് യാത്ര പുറപ്പെട്ടു പോകുന്നത് എന്നാണോ അതുവരെ നമ്മൾ അവിടെ പിന്നെ നിൽക്കുകയും പുറപ്പെടുന്നതിന്റെ തൊട്ട് മുമ്പായി കൊണ്ട് തവാഫുൽ വിദാ ചെയ്യുകയുമാണ് വേണ്ടത്. അതല്ലാതെ ഹജ്ജിന്റെ പൂർത്തീകരണത്തിന് വേണ്ടി തവാഫുൽ വിദാവും പിന്നെ കുറെ ദിവസം അവിടെ താമസിച്ചിട്ട് പിന്നെ പോരും ചെയ്യാനുള്ള പാടില്ല. തവാഫുൽ വിദാ കഴിഞ്ഞാൽ പിന്നെ അവിടെ സ്റ്റേ ചെയ്യാൻ പാടില്ല. അങ്ങനെ തവാഫുൽ വിദാ കഴിഞ്ഞ ശേഷം പിന്നെയും അവിടെ സ്റ്റേ ചെയ്യുന്ന ആളുകൾ വീണ്ടും പോരുന്നതിന് മുമ്പ് വീണ്ടും
ഒരു തവാഫുൽ വിദാ ചെയ്യേണ്ടതുണ്ട്. ഒന്നെന്ന് പറഞ്ഞാൽ തവാഫുൽ വിദാ 7 തവാഫാണ്, അത് വീണ്ടും ചെയ്യേണ്ടി വരുമെന്നർത്ഥം. അതാണ് ചെയ്യാനുള്ളത്.